1 Corinthians 15 മുതൽ 19 വരെയുള്ള വചനം. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ? മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലന്റെ ഒരു വലിയ പ്രഖ്യാപനമാണ്. മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. പൗലോസ് പറയുക, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിശ്വസിക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമുക്ക് രണ്ടാമതൊരു ഉയർത്തെഴുന്നേറ്റില്ലെന്നാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ഇതുകൊണ്ടൊക്കെ തീർന്നു, അതുകൊണ്ടുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുടിച്ച് ഒക്കെ മരിക്കുക എന്നുള്ളതേ ഉള്ളൂ, ഇനിയൊന്നും ഉയർക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്ത ഉണ്ട്. ചിലരൊക്കെ മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും, ഇവനൊന്ന് ഒടുങ്ങിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന എന്താണ്? ഒരിക്കലും ഇവൻ പൊങ്ങി വരിക എന്ന് വിചാരിക്കും. പ്രിയമുള്ളവർ ഓർത്തോണം, ഇതാ നിങ്ങളുടെ അമ്മായിയമ്മ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേറ്റ് ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് ഇതൊരു അന്ത്യമല്ലത്. അപ്പോൾ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു, ദൈവമല്ല. യേശു ദൈവമാണെന്ന് നാം വിശ്വസിക്കാൻ ഒരു കാരണം എന്താണ്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റ് മരണത്തെ അതിജീവിച്ചവരാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യേശു ക്രിസ്തു ദൈവമാണ്. വേറെ ആരും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇതുപോലെ തന്നെ ഉയർത്തിട്ടില്ല. ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ സ്വയം എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിട്ടില്ല. പണ്ട് ഏലീശയുടെ കബറിലേക്ക് ഒരു ശവം ഇട്ടപ്പം ശവം തന്നെ പൊങ്ങി വന്നു. എന്നാൽ ഇതാ മരിച്ച് 3 ദിവസം കബറിൽ കിടന്നിട്ട്, അതുപോലെ ലാസർ കർത്താവ് വിളിച്ചപ്പോൾ ഇങ്ങ് എഴുന്നേറ്റ് പോകുന്നു. എന്നാൽ ഇതാ മരിച്ചടക്കപ്പെട്ട യേശു ക്രിസ്തു തന്നെ ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് അവരെ ഈ മാംസവും രക്തത്തോടു കൂടി പഠിപ്പിച്ചു. എന്തിനെങ്ങനെ ചെയ്തത്? മരിച്ച മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസം നിങ്ങൾക്കില്ലെങ്കിൽ യേശുവിനെ വിശ്വാസമില്ലെന്നാണ് അർത്ഥം. ഇനി ബാക്കി വായിച്ചേ. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് ഒരു പാഴ് പരിപാടിയായി മാറും. പിന്നെ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ്, ഇനിയൊരു ജീവിതം ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വ്യർത്ഥമായി പോകും. നമ്മൾ നല്ല ഭക്ഷണവും കഴിച്ച് നല്ല വസ്ത്രവും എടുത്ത് നമ്മൾ ജീവിച്ച് മരിച്ചാൽ പോരെ. അപ്പൊ പ്രിയമുള്ളവര്, രണ്ടാമതൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞായറാഴ്ച ദിവസം 1.5 മണിക്കൂർ നേരം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നതിനാ. ഒരു നിത്യജീവനുണ്ട് എന്ന് വിശ്വസിച്ച് ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടല്ലേ അവിടെ വിശ്വാസ പ്രഖ്യാപനം നടത്താറുണ്ട്, വിശ്വാസ പ്രമാണം. അവിടെ എന്താ പറയുന്നത്? വരാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി നോക്കി പാർക്കുന്നു. അതിനുവേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു. നിത്യജീവന് വേണ്ടിയുള്ള യേശുവിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇതെല്ലാം ചെയ്തു. മാമോദീസ മുങ്ങുന്നത് എന്തിനാ? പാപമെല്ലാം മോചിക്കപ്പെട്ട് ഒരിക്കലും മരിക്കാത്ത ഒരു വലിയ നിത്യമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് മാമോദീസ മുങ്ങുന്നത്. കല്യാണം കഴിക്കുന്നതിനാ. നിത്യജീവൻ ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഇതുകൊണ്ടൊക്കെ തീരാൻ പോവുകയാണെങ്കിൽ സായിപ്പും മദാമയും ചെയ്യുന്ന കണ്ടിട്ടില്ല. അവർക്ക് നിത്യജീവനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. നിത്യജീവനെ കുറിച്ച് ബോധ്യമില്ലാത്തവരെന്ത് ചെയ്യുക? പ്രിയമുള്ളവരെ, 2 ബണ്ണെടുക്കുക, ബണ്ണിന് നടുക്ക് ഒരു കട്ട്ലേറ്റ് വെക്കുക, കടിച്ച് തിന്നുക, വയറ് നിറഞ്ഞു, ഇച്ചിരി വെള്ളം കൂടെ കുടിക്കുക, താഴെ വെള്ളം കിട്ടും, കുടിക്കുക, ജോലിക്ക് പോവുക. ജോലിക്ക് പോയി കഴിയുമ്പോൾ പിന്നെ വിശക്കുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം കൂടെ കുടിക്കുക, സാലഡ് കഴിക്കുക. പിന്നെ എന്ത് ചെയ്യാണ്? വേറെ എന്തെങ്കിലും തോന്നുമ്പോൾ എന്ത് ചെയ്യണം? മദാമയ്ക്ക് സായിപ്പിനെ കാണുമ്പോൾ എന്തെങ്കിലും ഉത്സാഹം തോന്നിയാൽ സായിപ്പ് മദാമയെ വിളിച്ചുകൊണ്ട് നേരെ കൈ ഓർത്ത് പോവുക. 2 ദിവസം കഴിയുമ്പോൾ മദാമ വേണ്ടെന്ന് തോന്നുക, മദാമയുടെ വഴിക്ക്, സായിപ്പിന്റെ വഴിക്ക്. അത് കഴിയുമ്പോൾ എന്താണ്? ഒരു കൊച്ചുണ്ടെങ്കിൽ ചൈൽഡ് ലൈൻകാരും കൊണ്ടുപോയിക്കോളും, ഒന്നും പേടിക്കാനില്ല. ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരുടെ അവസ്ഥ എത്ര ദയനീയമാണ് പ്രിയമുള്ളവർ, എത്ര ദയനീയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്കും ഈ ഭൂമിയിൽ
ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതുകൊണ്ടാണ് സായിപ്പും മദാമയൊക്കെ അവസാന കാലം വരുമ്പോൾ ഗതിയിതാവെന്ന് അറിയാവുന്നതുകൊണ്ട് പ്രിയമുള്ളവർ ഈ ആദ്യകാലങ്ങളിൽ അവർ നല്ലോണം തിന്നും കുടിച്ചും ചീർത്തും വീർത്തും ഒക്കെ ജീവിക്കും. ഓൾഡ് ഏജ് ഹോമുകളിലേക്ക് പോകണം പ്രിയമുള്ളവരെ കാണാൻ. മെലിഞ്ഞുണങ്ങിയ സാധനങ്ങൾ ഇതാ നേഴ്സിംഗ് ഹോമുകളിൽ എത്ര എണ്ണ ഇങ്ങനെ ഇരിക്കുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു അച്ഛൻ അവിടെ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നു. പറയുമായിരുന്നു, ഇതാ ഒരു ദിവസം ഇതേ ആളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ആൾ ഭക്ഷണം കഴിക്കുക വേണ്ടെന്നാ പറയും. അവസാനം എല്ലാവരും പോയി കഴിഞ്ഞാൽ പുള്ളി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കാൻ പറയാൻ കഴിക്കുകയല്ല. കുറച്ചേരം കഴിയുമ്പോൾ ഭക്ഷണം എല്ലാം കൂടെ കഴിച്ചു. ഭക്ഷണം എല്ലാം കഴിച്ചപ്പോൾ എല്ലാം കൂടെ വായിക്കൂടെ ദേഹത്ത് വീണു. അപ്പോഴാണ് ആരാണ്ടയിലെ പോയി നോക്കിയപ്പോൾ ഉണ്ടോ ദേഹത്ത് ഭക്ഷണം കിടക്കുന്നു. ഇതാ അവര് റിപ്പോർട്ട് ചെയ്തു. ശുശ്രൂഷിച്ചവർക്കെതിരായിട്ട് ആക്ഷൻ എടുത്തു. കണ്ടോ, ശുശ്രൂഷിച്ചവർക്കെതിരായിട്ട് ആക്ഷൻ എടുത്തു. എന്താണ്? ഭക്ഷണം ആളുടെ ദേഹത്ത് വീണു. അപ്പൊ എന്നോട് ഇവരൊക്കെ ഒന്ന് പറയുകയായിരുന്നു, അവിടെ ശുശ്രൂഷിച്ചിരുന്നവരൊക്കെ ഒന്ന് പറയുകയാണ്, സത്യത്തിൽ എന്തുമാത്രം ആത്മാർത്ഥതയായിട്ട് ശുശ്രൂഷിച്ചിട്ടും യാതൊരു നന്മയും കിട്ടുന്നില്ല. ദേഹത്തെങ്ങാണ്ട് ചുവന്ന പാട് വന്നെന്ന് പറഞ്ഞു. ഉടനെ പിന്നെ അന്വേഷണമായി, CBI അന്വേഷണം. എങ്ങനെയാണ് വല്യപ്പന്റെ ദേഹത്ത് ചുവന്ന പാട് വന്നത്? അപ്പൊ പ്രിയമുള്ളവര് ഇങ്ങനെ അന്വേഷണവും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു പ്രത്യാശയില്ലാത്ത ജീവിതം. അപ്പൊ പ്രിയമുള്ളവര്, ക്രിസ്ത്യാനിക്ക് നമുക്കറിയാം, ഇന്ന് ക്രൈസ്തവരായ ആളുകളാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോയി ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ അയച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് നിത്യതയെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് അവരെ ദൈവം എങ്ങനെ അയക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഈ IELTS പാസ്സാകാനും നേഴ്സിങ്ങിനും ഒക്കെ വേറെ നാട്ടിൽ ആളുകളില്ലാഞ്ഞിട്ടാണോ? ഈ ക്രിസ്ത്യാനി പെണ്ണുങ്ങളെയും അതുപോലെ ഇന്ത്യയിലുള്ള ആളുകളെയും ഒക്കെ ദൈവം തെരഞ്ഞെടുത്ത് അയക്കുന്നത് എന്തിനാണെന്നറിയോ? പ്രിയമുള്ളവരെ, പ്രതീക്ഷയും പ്രത്യാശയുമുള്ള ആളുകളാണ് ഇന്ത്യയിലുള്ളവർ. അതുകൊണ്ട് ദൈവം അവരെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് അയക്കുകയാണ്. എന്തിനാണ്? നിത്യതയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയാണ്. ഇനി വായിച്ചേ. മാത്രമല്ല ഞങ്ങൾ ദൈവത്തിനു വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയില്ലെന്നാണ് ഞങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങൾ വെറും കള്ളത്തരം പ്രസംഗിച്ചവരായി മാറും. പിന്നെ എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ അനേകായിരങ്ങൾ ഓടി ഓടി വരുന്നുണ്ട്. സത്യത്തിൽ എന്തിനാണ് അവർ ഓടി വരുന്നത്? എന്തിനാ വരുന്നത്? മരിച്ചു കഴിയുമ്പോൾ ഒരു നിത്യജീവനുണ്ട്. അന്ന് മണർകാട് പള്ളിയുടെ ശവക്കല്ലറയിൽ നിന്ന് എനിക്ക് എഴുന്നേറ്റ് വരണം. ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ വരാറുണ്ടോ? ആരും വരാറ്. ഇതാ ചിലരൊക്കെ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിക്കും, എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ പറയും, പകല് സമയമില്ല. അല്ല, രാത്രി വന്നാൽ പറ്റുമോ? രാത്രി സമയമില്ല. രാത്രി ഒരു 12 മണിയാകുമ്പോൾ വന്നാൽ കാണാൻ പറ്റുമോ? എന്നാൽ പിന്നെ 12 രൂപ വന്നു. എന്താ വിഷയം? അത് ഞങ്ങളുടെ ഒരു സ്ഥലം വിൽക്കാനായിട്ട് ഇട്ടിട്ട് എത്ര ദിവസമായെന്നറിയാം. അവിടെ കിടക്കുക. ഒരെണ്ണം വിറ്റു, മറ്റേതവിടെ കിടക്കുക. കാലിലും കൈക്കൊണ്ടായിരുന്ന വേദന മാറി, പക്ഷെ വിസയുടെ കാര്യം ശരിയായില്ല കേട്ടോ. ഇന്ന് ഞാനിങ്ങോട്ട് കയറിപ്പോരുമ്പോൾ ഒരു ആന്റി വന്നിട്ട് പറഞ്ഞു, എന്റെ കാലിലും കൈയുടെ വേദനയൊക്കെ മാറി, അതുകൊണ്ട് ഇപ്പോൾ സ്റ്റെപ്പൊക്കെ കടപടാതെ കയറാമെന്ന് പറഞ്ഞ് ചാടി കയറി കാണിച്ചു. എന്നിട്ട് പറയാണ്, എന്നാലും വിസയുടെ കാര്യം ശരിയായിട്ടില്ല കേട്ടോ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ മുഴുവൻ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ ഈ ധ്യാനം കൂടുന്നതും തിരുവചനം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം നമ്മളൊരു പ്രത്യേക ലോകത്തിലാണ്. ഏത് ലോകത്തിലാണ്? ഈ ലോകത്തിൽ. അപ്പൊ ഈ ലോകവുമായി ബന്ധപ്പെട്ട വികാര വിചാരം, ഓർമ്മകളും ദർശനങ്ങളും സ്വപ്നങ്ങളും മാത്രമേ നമുക്കുള്ളൂ. ഇത് സത്യത്തിൽ എന്തിന്റെ അടയാളമാണ്? വിശ്വാസത്തിന്റെ അടയാളമാണ്. വിശ്വാസരാഹിത്യത്തിന്റെ അടയാളമാണ്. എന്തിന്റെ അടയാളമാണ്? വിശ്വാസരാഹിത്യത്തിന്റെ അടയാളമാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ക്രൈസ്തവർ ഇന്ന് വിശ്വാസികളാണോ അവിശ്വാസികളാണ്? അവരുടെ വിശ്വാസം എവിടെയോ ചോർന്നുപോയി. വിശ്വാസം ചോർന്നുപോയതിന്റെ ലക്ഷണമാണ് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി
നമ്മൾ ഇതുപോലെ കിടന്ന് മനപ്രയാസവും ഭാരവും ദുഃഖവും വേദനയും വഹിക്കുന്നത് പ്രിയമുള്ളവരെ. ഇതുപോലെ കിടന്ന് ഭാരപ്പെടുന്നത്, അമിതമായി ഭാരപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത്, ദുഃഖിക്കുന്നത് എല്ലാം എന്താണെന്നറിയോ? ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ്. അത് നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ അഭാവം കൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത്. പല ആളുകളും ഇവിടെ വന്ന് സ്ഥലം വിൽക്കാനും മേടിക്കാനും ഒക്കെ ഭാരപ്പെടുന്നത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിക്കുക. കാരണം എന്താണെന്നറിയോ? എനിക്കും ഇതുപോലത്തെ ആവശ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഇടുക്കി ഭദ്രാസന ആസ്ഥാനത്തിന് മുമ്പിൽ ഒരു 10-20 സെന്റ് സ്ഥലം കിടപ്പുണ്ട്, അത് മേടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കതിനെക്കുറിച്ച് ഭാരമൊന്നുമില്ല. വേണേ കിട്ടട്ടെ, ഇല്ലേ വേണ്ട, തമ്പുരാൻ ഇഷ്ടമുണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടിരിക്കുക. അന്നേരമാണ് ഒരാൾ പറയുന്നത്, ഇത് കിട്ടിയേ മതിയാവും, ഞങ്ങളുടെ വീടിന്റെ ആ 10 സെന്റ് കിട്ടിയേ മതിയാവും, അവിടെ തിരുമേനി ഒന്ന് പ്രത്യേകം വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം, ബന്ധിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ പ്രിയമുള്ളവർ, നമ്മുടെ കാര്യത്തിന് പോലും നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ പ്രിയമുള്ളവർ, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അമിതമായി ശ്രദ്ധിച്ചാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതം എന്തായിത്തീരും? വ്യർത്ഥമായി തീരും. ഇനി താഴോട്ട് വായിക്കാൻ പ്രിയമുള്ളവരെ. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെങ്കിൽ, വായിച്ചേ, ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമം അനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിന്റെയും അവസാനമാകും. എപ്പോഴാണ് എല്ലാത്തിന്റെയും അവസാനം? അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് അവൻ എല്ലാ ഭരണവും, ട്രസ്റ്റിയെയും സെക്രട്ടറിയും എല്ലാം മാറ്റും, പിന്നെ കമ്മിറ്റിക്കാരെയും മാറ്റും. ഭരണമെല്ലാം ആരെടുക്കും? പിടിച്ചെടുക്കും. പള്ളി ഭരണം യേശു പിടിച്ചെടുക്കുന്ന കാലം വരും. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ പള്ളി ഭരണത്തിൽ തൂങ്ങിയിട്ട് കാര്യമില്ല. പിന്നെ രാജ്യത്തിന്റെ ഭരണങ്ങളൊക്കെ ആരേറ്റെടുക്കും? പ്രിയമുള്ളവരെ, ദൈവം ഏറ്റെടുക്കും. അപ്പൊ ഇന്ത്യ രാജ്യത്തിൽ ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണം ആരേറ്റെടുക്കും? കർത്താവ് ഏറ്റെടുക്കും. ആരെല്ലാം വെറുതെയായി പോവും? ആര് കൊണ്ടുപോകും? യേശു ക്രിസ്തു ഭരണം പിടിച്ചെടുക്കും അവസാനം. പിന്നെ ഭരണം, അധികാരം ആരുടെ കയ്യിലായിരിക്കും? പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഓരോ രാജ്യക്കാരും എന്ത് ചെയ്യാണ്? ആ വലിയ വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതെന്താണ്? അതിന്റെ അടി ബോംബ്, മുകളിൽ ബോംബ്, സൈഡിൽ ബോംബ് എല്ലാം വെച്ച് നോക്കിയിരിക്കുകയാണ്. എന്തിനാണ്? മറ്റവനിട്ട് പണി കൊടുക്കാനായിട്ട്. പാകിസ്ഥാൻകാരെന്ത് ചെയ്യാണ്? ഇന്ത്യക്കാരനെ നോക്കിയിരിക്കണം. അവന്റെ ഉള്ള കാശ് മുഴുവനും പട്ടിണി കിടക്കുക മനുഷ്യരെ. മനുഷ്യൻ മുഴുവൻ പട്ടിണി കിടക്കുമ്പോഴും എന്ത് ചെയ്യാണ്? ഇതാ പീരങ്കി ഉണ്ടാക്കി വെച്ച്, എന്നാൽ പിന്നെ അവൻ ആ പീരങ്കി ഉണ്ടാക്കിയിട്ട് അവന്റെ വായിലോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവനെങ്കിലും വിശപ്പടങ്ങുക. ഇന്ത്യയിൽ പീരങ്കി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? പ്രിയമുള്ളവർ, ഈ മധ്യപ്രദേശിലൊക്കെ കഷ്ടപ്പെടുന്നവന്റെ വായിക്കകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. വെടിയുണ്ട കഴിച്ചാൽ പിന്നെ വിശക്കുകയാണ്. അപ്പൊ ഇതെന്ത് ചെയ്യാണ്? ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാൻകാരനെ നേരെ വെച്ചിട്ട് ഇവിടുത്തെ മുഴുവൻ കാശും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയും ജനങ്ങളുടെ അധ്വാനവും മുഴുവൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്? വലിയ ഫൈറ്റർ വിമാനങ്ങൾ അങ്ങോട്ടുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ വലിയ ടാങ്കർ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയ നമ്മളിങ്ങനെ എന്തുമാത്രം പണമാണ് നമ്മൾ മറ്റുള്ളവനെ ഈ അധികാരം നിലനിർത്താനും അധികാരം മറ്റുള്ളവരുടെ മേൽ പ്രയോഗിക്കാനും വേണ്ടിയിട്ട് എന്തുമാത്രം എനിക്ക് തോന്നുന്നു മനുഷ്യകുലം ഉണ്ടാക്കിയിരിക്കുന്ന സമ്പത്തിന്റെ പകുതിയിലധികം അത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്നാ പറ്റും? ശക്തിയെ നിർമാർജനം ഇത് മുഴുവനും നിർമാർജനം ചെയ്യും കർത്താവ്. സംഗതി മുഴുവനും നിർമാർജനം ചെയ്യും. ഈ അധികാരവും ശക്തിയും മുഴുവൻ നിർമാർജനം ചെയ്യും. എന്നിട്ടോ രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്യും? ഇതെന്റെ അപ്പം കണ്ട സ്വത്താണ് യേശു പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ രാജ്യം പിതാവിന്റെ കയ്യിലേക്ക് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? പിതാവായ ദൈവം നോക്കും, എന്റെ പിള്ളേരെന്ത് ചെയ്യുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? രണ്ടായിട്ട് തരംതിരിക്കും. യഥാർത്ഥ പിള്ളേരാരാണ്, പിന്നെന്താണ് ജാരസന്തതികൾ ആരാണ് കണ്ടുപിടിക്കും. യേശുക്രിസ്തുവൻ ദൈവത്തിന്റെ യഥാർത്ഥ മക്കൾക്ക് എന്ത് സ്വഭാവം കാണും? എങ്ങനെയാ പിള്ളേരെ കണ്ടുപിടിക്കുന്നത്? പ്രിയമുള്ളവരെ, അപ്പന്റെ സ്വഭാവവും അപ്പന്റെ രീതികളും കാണും. അപ്പന്റെ ശരീരത്തിന്റെ അവയവം പോലെ അവൻ പ്രവർത്തിക്കും. ഇതാ യേശുക്രിസ്തുവിന്റെ ജീൻ അവനിൽ കാണും. അവന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിച്ച് പാപത്തെ വിട്ട് അവന് വേണ്ടി ജീവിച്ച സമൂഹം, അതാണ് ദൈവത്തിന്റെ പുത്രന്മാര്. വിശ്വാസം, അവരെ ദൈവം ആ രാജ്യം ഏൽപ്പിക്കും. പ്രിയമുള്ളവരെ, അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങൾ ഒരുങ്ങേണ്ടത്.
ഈ രാജ്യവും ഭരണവും മന്ത്രിയും MLA ഒക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? ചിലർക്കൊക്കെ ആഗ്രഹം കാണും. പക്ഷേ പ്രിയമുള്ളവരെ, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് അതിനോട് പ്രാപ്തി കാണുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? നിങ്ങളൊക്കെ ഒരു മന്ത്രിയാകാനും MLA ആകാനും ഒരു പ്രധാനമന്ത്രിയാകാനും ഒരുങ്ങിയിരിക്കും. എവിടെയാണ്? ദൈവരാജ്യത്തിൽ. പ്രിയമുള്ളവർ, ഈ ഭൂമിയിലെ ഏറ്റവും നിസ്സാരന്മാരെയായിരിക്കും ദൈവരാജ്യത്തിൽ ദൈവം ഏറ്റവും ശക്തന്മാരാക്കി മാറ്റാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിന് ശേഷം ഒരു ജീവിതമുണ്ട് പ്രിയമുള്ളവരെ. ക്രിസ്ത്യാനി അത് വിശ്വസിക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അച്ഛൻ എന്റെ കൂടെ പഠിച്ചതാണ്. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ കണ്ടു. ആ അച്ഛന് പാൻക്രിയാസിന് ക്യാൻസർ വന്നു. പാൻക്രിയാസിന് കൊച്ചച്ഛൻ, എന്റെ പ്രായമുള്ളൂ. കൊച്ചച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെ പ്രായം, ഞാൻ കൊച്ചല്ല, എന്റെ പ്രായം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. 40, 43, 44 വയസ്സുണ്ട്. സെമിനാരിയിൽ എന്റെ കൂടെ പഠിച്ചതാണ്. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ. ഒരു തെറ്റും കുറ്റവും ആർക്കും പറയാനില്ല. എല്ലാവരോടും നല്ല പെരുമാറ്റം, നല്ല സംസാരം, ആരുമായിട്ട് വഴക്കുണ്ടാക്കുകയില്ല, ഉടക്കില്ല, ദേഷ്യപ്പെട്ടിട്ട് കണ്ടിട്ടേ ഇല്ല. കല്യാണമൊക്കെ കഴിച്ചു. അങ്ങനെ ജീവിക്കുമ്പോഴാണ് പാൻക്രിയാസിന് ക്യാൻസർ വന്നത്. പ്രിയമുള്ളവർ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും പറയാൻ പറ്റുകയില്ല, മരണം അല്ലാതെ വേറെ ഒന്നും നിവൃത്തിയില്ല. ഓപ്പറേഷൻ 14 മണിക്കൂർ ദീർഘിച്ചു. 14 മണിക്കൂർ. അതിനുശേഷവും കോംപ്ലിക്കേഷനായിരുന്നു. പ്രിയമുള്ളവരെ, എല്ലാവരുടെയും നിരന്തര പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ആ വൈദികന്റെ ജീവിതം തിരിച്ചു കൊടുത്തു. ജീവിതകാലം മുഴുവൻ 2 നേരവും ഇൻസുലിൻ എടുത്തുകൊണ്ടാണ് അച്ഛനിപ്പം ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പം എന്നോട് പറയുകയായിരുന്നു, സത്യത്തിൽ ഈ രോഗം വന്നത് നന്നായി. ഇതൊരു അനിവാര്യ ഘടകമായിരുന്നു എനിക്ക് ഈ രോഗം. ഈ രോഗം വന്നേ പിന്നെ എന്റെ അഹങ്കാരം പൂർണ്ണമായിട്ടും മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ അഹങ്കാരം എന്ന് പറയുന്ന സാധനമില്ലാന്ന ആളായിരുന്നല്ലോ. ഇന്നേ വരെ ആ മനുഷ്യന്റെ വായിന്ന് ഒരു അഹങ്കാര വർത്താനം ഞാൻ കേട്ടിട്ടില്ല. അറിയുമുള്ളവരെ, പുള്ളി പറയാണ് എന്റെ അഹങ്കാരം മുഴുവൻ മാറി. ഞാൻ വിചാരിച്ചു ഈ ക്യാൻസർ രോഗികളൊക്കെ ഞാൻ തൈലാഭിഷേക ശുശ്രൂഷ നടത്താൻ ചെല്ലുമ്പോൾ ഞാൻ ഓർത്ത് ഇത് പകരും എന്ന് ഓർത്തോണ്ട് ഭയപ്പെട്ടാ ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവര്, ഈ രോഗം വന്ന ശേഷം രോഗികളോടൊക്കെ എനിക്ക് നല്ല അനുകമ്പയായി, സ്നേഹമായി. ഇത്രയേ ഉള്ളൂ എന്റെ ജീവിതം എന്ന് എനിക്ക് മനസ്സിലായ ശേഷമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ എന്റെ ജീവിതം എന്ന് ഞാൻ മനസ്സിലായ ശേഷമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ സത്യത്തിൽ ലേശം അഹങ്കാരമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ പ്രിയമുള്ളവരെ, എന്താണ്? നിത്യതയെക്കുറിച്ചുള്ള നല്ല ബോധ്യം. മരണത്തെ മുഖാമുഖം കണ്ടു. അതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒരുങ്ങിയ വ്യക്തിയെ തിരിച്ചിപ്പുറത്തേക്ക് വിട്ടു. ഇതാ അഹങ്കാരം എല്ലാം മാറി നല്ല ക്ലീൻ മനുഷ്യനായി. അങ്ങനത്തെ എത്രയോ പേര്. അമേരിക്കയിൽ ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ച് ഡെഡ് ബോഡി ആയിട്ട് പോയതാണ് അച്ഛന്റെ. അന്നേരം അച്ഛൻ കണ്ട കാഴ്ച എന്നാണെന്നറിയോ പ്രിയമുള്ളവരെ? ഇതാ അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഇങ്ങനെ ആളുകൾ, മാലാഖമാര് പൊക്കിക്കൊണ്ട് പോകുന്നത് കണ്ടു. അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. താഴോട്ട് നോക്കിയപ്പോൾ ഡെഡ് ബോഡി കിടപ്പുണ്ട്. അത് ആളുകൾ ചുമന്നുകൊണ്ട് പോകുന്നതും അവർ കണ്ടത്. ഇത് തന്നെ പല നേഴ്സുമാർ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ സൈഡിൽ മാറി നിന്നുകൊണ്ട് സ്വന്തം ശരീരം കണ്ട പല ആളുകളും പിൽക്കാലത്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവർ പിൽക്കാലത്ത് പറയുന്നുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ നേഴ്സുമാർ തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടിരുന്നു. അത് പ്രൂവ് ചെയ്യപ്പെട്ടു പ്രിയമുള്ളവർ, ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യപ്പെട്ടു. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ മരണം സ്ഥിരീകരിച്ച ശേഷം ഡോക്ടർമാരും നേഴ്സുമാരും തമ്മിൽ സംസാരിച്ച സംസാരങ്ങൾ ഇതാ പിന്നീട് ജീവൻ കിട്ടിയ ആള് അതുപോലെ പറഞ്ഞു കേൾപ്പിച്ചു. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ പ്രിയമുള്ളവരെ, മരണത്തിന് ശേഷം നമുക്കിപ്പോ ഇങ്ങനെ കാണാമല്ലോ, കേൾക്കാമല്ലോ, സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയ ശേഷവും നമുക്ക് ഈ പരുവത്തിനായിരിക്കും. നമ്മൾ ഓർക്കുന്ന ഈ ബോഡിയുടെ ശക്തിയായത് നല്ല. ബോഡിയിൽ നിന്ന് ആത്മാവ് വിട്ടുപോയ പിന്നെ കാണാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? ഇല്ല. അമ്മച്ചി ഒന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു തുറക്കോ? അമ്മച്ചി കണ്ണു തുറക്കുക. കാരണം എന്താ? അമ്മച്ചിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറി. ആത്മാവിന്റെ ശക്തി കൊണ്ടാണ് അമ്മച്ചി ഈ ശരീരത്തിൽ ഈ പണിയെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. തുറക്കുന്നതും അടയ്ക്കുന്നതും ചിരിക്കുന്നതും കരയുന്നതും എല്ലാം ആത്മാവ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് മനസ്സും ശരീരവും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവർ, ശരീരത്തിൽ നിന്ന് ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ബോഡി അനങ്ങത്തില്ല. പ്രിയമുള്ളവര്, ഈ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ പല ആളുകൾക്കും നിത്യതയെക്കുറിച്ച് ബോധ്യമില്ല. അവർ ചിന്തിക്കുന്ന ഈ ശരീരമാണ് പ്രധാനമെന്ന്. ഈ ശരീരത്തിലൊരു ആത്മാവുണ്ട്. ഈ ആത്മാവ് മരണമടഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ആത്മാവ് ശരീരം വിട്ടങ്ങ് പോവും. ബോഡി ഇല്ലെന്നേ ഉള്ളൂ. കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും എല്ലാമുള്ള കഴിവ് ആത്മാവിനുണ്ട്.
നമ്മൾ ഓർത്തോണം. ഇപ്പം നമ്മുടെ മരിച്ചുപോയ വല്യപ്പനും വല്യമ്മയൊക്കെ നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നുമുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ചത്തവരെക്കുറിച്ച് നമ്മൾ പറയരുത്, ചത്തത് നന്നായെന്ന് പറയരുത്. അന്ത്യനാളിൽ ഉയർത്തെഴുന്നേക്കുമ്പോൾ ചോദിക്കും, എടീ നീ ഞാൻ ചത്തത് നന്നായെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പറയരുത്. മരിച്ച ആത്മാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് ഏത് ദൂരെ നിന്ന് പറയുന്നതും കേൾക്കാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതിയുണ്ട്. ഇതങ്ങനെയല്ല, എത്ര അകലെയാണേലും എന്ത് ചെയ്യും, കേൾക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട്. ഇനി ഈ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമ്മളെ ദൈവത്തിന്റെ മാലാഖമാരും വിശുദ്ധന്മാരും കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെതായ എന്തെങ്കിലും സീല് നമ്മുടെ മേലുണ്ടാകണം, ഈ ആത്മാവിലുണ്ടാകണം. ഈ ആത്മാവിലേക്ക് കറവരട്ടുന്ന കാര്യങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന പാപങ്ങൾ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പാപം അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആത്മാവിൽ നിന്ന് കഴുകിക്കളയണം. ശരീരത്തിലെങ്ങാനും ശകലം ഇരുന്നാലും സാരയില്ല, ഇത് മണ്ണിപ്പൊക്കോളും. പക്ഷേ പ്രിയമുള്ളവരെ, ഈ ശരീരത്തിൽ ചെയ്യുന്ന ഓരോ പാപവും വഴി ആത്മാവിലേക്ക് പൈശാചിക ശക്തികൾ കയറുന്നുണ്ട്. നിങ്ങൾ മനസ്സിലായിക്കോണം. നിങ്ങൾ ശരീരത്തിൽ ഒരു പാപം ചെയ്തു കഴിയുമ്പോൾ, കൽപ്പന ലംഘിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അന്യദേവ ആരാധനയ്ക്ക് പോയി കഴിയുമ്പോൾ, കള്ളം പറയുമ്പോൾ, മോഷ്ടിക്കുമ്പോൾ, വ്യഭിചാരം ചെയ്യുമ്പോൾ, മ്ലേച്ഛപ്രവൃത്തികൾ ചെയ്യുമ്പോൾ, അശുദ്ധി ചെയ്യുമ്പോൾ എല്ലാം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ആത്മാവിലേക്ക് ഇതാ പാപത്തിന്റെ ആത്മാവ് വന്ന് വാസമുറപ്പിക്കുന്നുണ്ട്. തിന്മയുടെ ശക്തി വന്ന് കയറും. എന്നിട്ട് നിങ്ങളുടെ ആത്മാവിൽ അവൻ പറ്റിപ്പിടിച്ചിരിക്കും. ഈ തിന്മയുടെ ശക്തി അകത്തിരുന്നുകൊണ്ട് പിന്നെ നമ്മളെ പ്രേരിപ്പിക്കും ശരീരത്തിൽ. എന്താണ്? പാപം ചെയ്യടാ, പാപം ചെയ്യടാ. അതുകൊണ്ടാണ് ഇതാ ഫുട്ബോൾ കളി പോലെയാണ് ചിലർ ഓടി നടന്ന് പാപം ചെയ്യാൻ. കാരണം എന്താണ്? പ്രിയമുള്ളവരെ, ആന്തരിക മനുഷ്യനിൽ തിന്മ ആത്മാവിൽ കയറി ബന്ധിച്ച് കിടക്കുന്നു. ആത്മാവിൽ കയറി ബന്ധിച്ച് കിടക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാവിനെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ സഭ കൂദാശകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. കൂദാശ. അതുകൊണ്ട് ഈ കൂദാശകളെ വൃത്തിയായിട്ട് ഉപയോഗിക്കണം. കുംഭസാരമെടുത്ത് ചെറിയ ചെറിയ പാപങ്ങൾ പോലും കഴുകിക്കളഞ്ഞ് ആത്മാവിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ വീട്ടിൽ ഇതാ പാത്രങ്ങളുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യും? ആ പാത്രം വീണ്ടും വീണ്ടും കഴുകി വെക്കുകയല്ലേ? കഴുകി വെക്കും. എല്ലാ ദിവസവും നമ്മൾ പാത്രങ്ങൾ കഴുകി വെക്കും. നമ്മൾ ഓർക്കാണ് ഇന്ന് കഴിച്ചു, എന്നായാലും കഴുകണം, അതുകൊണ്ട് ഇനി കഴിക്കാൻ നേരത്ത് കഴിയാൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം പേർക്ക് ഷോക്കേസ് വെച്ചേക്കൂ. എന്തെങ്കിലും ആവശ്യം വരുമ്പം കഴുകാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ കറ പിടിച്ച പാത്രങ്ങളെല്ലാം ഷോക്കേസ് വെക്കുമോ? ഇല്ല. ഇടയ്ക്കിടയ്ക്കെടുത്ത് കഴുകി മിന്നിത്തിളങ്ങുന്ന പോലെയാണ് ഷോക്കേസിൽ നമ്മൾ പാത്രങ്ങൾ വെക്കുന്നത്, ഇല്ലയോ? അതെ. എന്തിനേറെ നമ്മൾ നല്ല ടൈലൊക്കെ വീട്ടിലിട്ടിട്ടുണ്ട്. ആ ടൈലൊക്കെ എല്ലാ ദിവസവും നമ്മൾ നല്ലോണം കഴുകി തുടച്ച് ക്ലീനാക്കി ഇടുന്നത്, അങ്ങനെയല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ എന്താ? നമ്മൾ ഓർക്കും, അവസാനം ചാകുമ്പോൾ എന്തായാലും ഒരു ക്ലീനിങ് വേണം. അതാണ് അന്ത്യകൂദാശ. അന്നേരം അച്ഛൻ വന്ന് മക്കളിലപ്പം ചെല്ലി എന്ത് ചെയ്യും? പുകച്ച് ക്ലീനാക്കിക്കോളും. അച്ഛൻ പുകച്ചാലൊന്നും നിങ്ങളുടെ ആത്മാവ് ക്ലീനാകുകയില്ല പ്രിയമുള്ളവർ. നീ പശ്ചാത്തപിച്ചല്ല ചാകുന്നതെങ്കിൽ നിന്റെ ആത്മാവിനെ കാത്തിരിക്കുന്നത് ആരായിരിക്കും? ഏതെല്ലാം പാപമുണ്ടോ ആ പാപത്തിന്റെ ആത്മാവെല്ലാം മരണശേഷം നിന്നെ കാത്ത് ഓയാറിൽ പതിയിരിക്കും. ഓയാർ എന്ന് പറയുന്ന സ്ഥലം എന്താണ്? ഏതാ? ഈ വായുവിൽ മേലിൽ ഇങ്ങനെ കാത്തിരിക്കും, നമ്മളെ അന്തരീക്ഷത്തിൽ കാത്തിരിക്കും സാത്താൻ. അതുകൊണ്ടാണ് പ്രിയമുള്ളവർ നമ്മൾ ഈ പ്രാർത്ഥിക്കും, എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ പറയുന്നത് ഓയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ പെടാതിരിക്കാൻ വേണ്ടി എണ്ണയൊക്കെ ഒഴിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇല്ലയോ? ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം, അച്ഛനെങ്ങാനും അബദ്ധത്തിന് ഈ എണ്ണ കിട്ടാതെ വരുവോ, അല്ലെ പ്രാർത്ഥനയെല്ലാം മറന്നുപോലും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓയാറിൽ കൊണ്ടുപോകും. നിങ്ങളെ ഓയാറിൽ കൂടെ പോകുമ്പം മറ്റവൻ കൊണ്ടുപോകും. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ കാര്യം നമ്മൾ നോക്കണം. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രിയമുള്ളവര്, ഈ വായുവിലൂടെ അന്തരീക്ഷത്തിൽ ഉയർന്ന് തമ്പുരാന്റെ അടുക്കിലേക്ക് പോകേണ്ടവനാണ് ഞാനെന്ന ബോധ്യത്തോടുകൂടി ഇതിനകത്ത്, ഈ കൂട്ടിനകത്ത് സാധനം ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, നിങ്ങളുടെ കയ്യെത്തുന്നത് പോലത്താണ് നിങ്ങളുടെ ആത്മാവിരിക്കുന്നത്. കഴുകണം, ശുദ്ധീകരിക്കണം, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കണം, കുംഭസാരം, വിശുദ്ധ കുർബാന അനുഭവം, പ്രായശ്ചിത്ത പ്രാർത്ഥന, നോമ്പ്, ഉപവാസം എല്ലാം എടുത്ത് ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കണം. പ്രിയമുള്ളവരെ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണം. നമ്മളിപ്പോൾ എന്താണ്, ധ്യാനം കൂടുമ്പോൾ പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? മിക്കവാറും ഏത് പ്രാർത്ഥനയ്ക്കാണോ IELTS-ന്റെ സമാനം വരുന്നു പോന്ന് ചാടുന്നത്. നിങ്ങളുടെ എല്ലാം പ്രതീക്ഷ ഇതാണ്. ദൈവമേ, ഒന്ന് വിളിച്ചു പറയണേ, IELTS-ന്റെ പരീക്ഷ പാസ്സാകാനുള്ള 4 പേരെ കർത്താവ് തൊടുന്നു. ഇതൊക്കെ ഒരു ഇരപിടുത്തം മാത്രമേ പ്രിയമുള്ളൂ. കർത്താവ് പലപ്പോഴും ഞാനാണിത് മിണ്ടുകയും കൂടി ഇല്ല. വളരെ നിവൃത്തി കെട്ടാൽ മാത്രമേ ഞാനെന്ത് ചെയ്യത്തുള്ളൂ.
അത്ര അവിശ്വാസികളുടെ മധ്യത്തിൽ വരവ് മാത്രമേ കർത്താവ് എന്നോട് പറഞ്ഞാൽ ഞാനിത് വിളിച്ചു പറയാറുള്ളൂ, ഇല്ലേ പറയത്തില്ല. കാരണം എന്താണ്? പിന്നെ പോയി എപ്പം ശരിയാകും തിരുമേനി, എപ്പം ശരിയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾക്കിത് കേൾക്കാൻ എന്ത് ഇൻട്രസ്റ്റ് ആണെന്നറിയോ? എന്തിനാണ് യേശു ഇതുപോലൊക്കെ ചെയ്ത് രോഗികളെ സുഖപ്പെടുത്തി കാണിക്കുന്നു? തളർവാദ രോഗികളെ ചിലപ്പോൾ എഴുന്നേൽപ്പിക്കും, ചിലപ്പം പ്രാർത്ഥിക്കാൻ വരുന്നവർ പെട്ടെന്ന് ജോലി ശരിയാക്കി തരും. ഇതൊക്കെ എന്തിനാണ്? ഞാൻ നിന്റെ ദൈവമാണ്, നീ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ബോധ്യം കൊടുക്കാനും വിശ്വാസം ഉറപ്പിക്കാനും വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ്. കർത്താവിന് ഇഷ്ടമുണ്ടായിട്ടല്ല. നിങ്ങൾ UK പോകണമെന്നോ അമേരിക്കയിൽ പോകണമെന്നോ നിങ്ങളുടെ സ്ഥലം വിൽക്കണമെന്നോ വീട് പണിയണമെന്നോ ഒന്നും കർത്താവിന് ആഗ്രഹം. നിങ്ങൾ വീടില്ലാതെ ജീവിക്കണമെന്നോ കർത്താവിന് ആഗ്രഹം. പ്രിയമുള്ളവർ, അതുകൊണ്ടല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കർത്താവിന് ഇതൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉള്ള വിഷയമല്ല. പിന്നെ ഇപ്പൊ നമുക്കിപ്പോൾ ദേവാലയം, ഇത്രയും വലിപ്പമുള്ള ദേവാലയം തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയാ. നമുക്ക് ഇരിക്കാനല്ല ഇത്രയും വലിയ ദേവാലയം ഒന്നും കർത്താവ് തരികയില്ല. ഇതാ കർത്താവ് നമുക്ക് ആവശ്യമായതുകൊണ്ടും ശുശ്രൂഷയ്ക്ക് ആവശ്യമായതുകൊണ്ടാണ് തരുന്നത്. കർത്താവിന് ഇപ്പൊ പള്ളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം, മലങ്കര സഭയിൽ 100 കണക്കിന് ദേവാലയങ്ങൾ ഉണ്ടായിട്ട് ഇതാ പരിശുദ്ധ അമ്മ തന്റെ അത്ഭുതം കാണിച്ചത് കട്ടച്ചിറയിലെ വലിയ പള്ളി പോലും കാണിച്ചില്ല. കട്ടച്ചിറയിലെ ചെറിയ പള്ളിയിലാണ് കാണിച്ചത്. ഏതാണ്? ഈ മോഡേൺ റൂഫിട്ട ഷീറ്റുള്ള 4 കാലിൽ കെട്ടിയ പള്ളിയിലാണ് കർത്താവ് എന്ത് ചെയ്തത്? പരിശുദ്ധ അമ്മ വഴിയായിട്ടുള്ള അത്ഭുതം പ്രവർത്തിച്ചത്. അതിന്റെ അർത്ഥം എന്താ? എനിക്കിവിടുത്തെ പള്ളിയും പട്ടക്കാരനൊന്നും എനിക്ക് പ്രധാനമല്ല. പട്ടക്കാരൻ പ്രധാനമാണ്, പള്ളി പ്രധാനമല്ല. എനിക്കതല്ല പ്രധാനം, അതിനകത്തിരിക്കുന്ന മനുഷ്യരാണ് പ്രധാനം എന്നാണ് സൂചിപ്പിച്ചത്. അപ്പറിയാമുള്ളവർ, കട്ടച്ചിറപ്പള്ളി മാതാവിന്റെ പള്ളി പൊളിച്ചു പണിയാൻ നേരത്ത് പലരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ എന്നോടും ചോദിച്ചു, എങ്ങനെയാണ് ഞങ്ങൾ ഈ പള്ളി ഒന്ന് പുനരുദ്ധരിക്കുക? ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ ഇതിനകത്താണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ, ഇതിനകത്താണ് അത്ഭുതം കാണിച്ചതെങ്കിൽ ഈ പള്ളി പൊളിക്കാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന്. നല്ല കാര്യം പറഞ്ഞാൽ സ്വീകരിക്കാന്ന് പറഞ്ഞ പരിപാടിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? നല്ലോണം പൊളിച്ച് മോഡേണാക്കി. പ്രിയമുള്ളവരെ, പള്ളി മോഡേണാക്കിയപ്പോൾ പരിശുദ്ധ അമ്മയെ ഇതാ ബ്യൂട്ടി പാർലർ കയറ്റിയ പോലെ ആയിപ്പോയി. സംഗതി എണ്ണയും തിന്നു, എല്ലാം തിന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ഇതൊന്നും കർത്താവിനെ സംബന്ധിച്ച്, സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് പ്രധാന വിഷയങ്ങളല്ല പ്രിയമുള്ളവര്. ഞാനിപ്പോ ഈ ഇതേ ഗ്ലാസ്സെ പൂ ഇട്ടില്ലേലും കർത്താവ് 2 പൂ വെച്ചിട്ടുണ്ട്. പൂ ഇല്ലേലും കർത്താവിന് ഇഷ്ടമാണ്. ഇതിപ്പോ ഞാനിപ്പോ തേച്ചില്ലേലും കർത്താവിന് താല്പര്യമായത്. ഈ ദേവാലയം ഒരു വിഷയമല്ല. ഇതിനു മുമ്പ് ഇതിനകത്ത് കൂതാ ചെയ്യുന്നതിന് മുമ്പ് അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല കർത്താവ്. സിമന്റ് തേക്കുന്നതിന് മുമ്പ് അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല. കർത്താവിന് ഇത് വിഷയമല്ല. അപ്പൊ പ്രിയമുള്ള, കർത്താവിന് വിഷയം ഞാനാണ്, നീയാണ് വിഷയം. നമ്മുടെ ആത്മാവ് ശോഭയേറിയ ആത്മാവായി ഈ ഭൂമിയിൽ ആയിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത്, രോഗശാന്തി നൽകുന്നത്, എല്ലാം ദൈവം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിനെ കരുതിയാണ്. ഇത് നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എരടിയിൽ മാത്രമാണ് ഇതെല്ലാം. അപ്പൊ നിങ്ങൾ ഈ ദൈവം ഈ നമ്മുടെ മധ്യത്തിൽ ഓരോ രോഗശാന്തി, ഓരോ അത്ഭുതങ്ങൾ, ഓരോ അടയാളങ്ങൾ നടത്തുമ്പോൾ ഓർത്തണം, യേശു ദൈവമാണ്, പറയുന്നതെല്ലാം സത്യമാണ്. അതുകൊണ്ട് ഇനി പറയുന്നത് സത്യമാണ്, നിത്യജീവനെ കുറിച്ച് പറയുന്നത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് ആത്മാവിനെ വിശുദ്ധീകരിക്കണം. എല്ലാ ദിവസവും നിങ്ങളുടെ ആത്മാവിൽ കറ കയറാതിരിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. നിങ്ങൾ ഓർത്ത് അയലോക്കംകാരനെ പറമ്പിക്കൊണ്ട് നമ്മൾ വേലിയിടാറുണ്ടോ? ഇല്ല. ആരുടെ പറമ്പിലാണ് നമ്മൾ വേലിയിടുന്നത്? നമ്മുടെ വീടിന് ചുറ്റുപാടും നമ്മൾ വേലി കെട്ടും, മതിൽ കെട്ടും. അതിനകത്തോട്ട് മറ്റുള്ളവരുടെ വേസ്റ്റ് വീഴാതിരിക്കാൻ നമ്മൾ നോക്കുകയല്ലേ? ഇല്ലേ? വല്ലവനും എന്ത് ചെയ്യാണ്? ഒരു പഴത്തൊലി അവിടെ നിന്ന് അങ്ങനെ എന്താവട്ടെ. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ പള്ളി പണിയാൻ പോയി കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്തങ്ങോട്ട് വീടുണ്ട്, അപ്പുറത്തുനിന്ന് ഒരുത്തൊരു പഴത്തൊലി എടുത്ത് ഇങ്ങോട്ട് എറിച്ചു. ഞാൻ അന്നേരം പറഞ്ഞു, നാളെ വേലി കെട്ടും, മതിൽ കെട്ടിക്കോളാം. എന്തുകൊണ്ട്? ഇതിനകത്ത് ഒരു പഴത്തൊലി പോലും വീഴരുതെന്ന്, മറ്റവന്റെ പഴത്തൊലി നമ്മുടെ പറമ്പിൽ വീഴരുത് നമുക്ക് ആഗ്രഹമുണ്ട്, ക്ലീനായി കിടക്കണം. അങ്ങനെയാണെങ്കിൽ വല്ലവന്റെയും പാപത്തിന്റെ ഫലം നമ്മുടെ ഈ കോമ്പൗണ്ടിന് ആത്മാവിനകത്ത് എന്ന് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നാട്ടുകാരന്റെ ഉത്തരവാദിത്തമാണ്. നമ്മളിങ്ങനെ ഇരിക്കുക. അത് നാട്ടുകാർ പഴത്തൊലി എറിഞ്ഞു, നാട്ടുകാര് വെറുപ്പ് തന്നു, നാട്ടുകാർ വിദ്വേഷം തന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? പാപത്തിൽ കിടക്കുക. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മുടെ ആത്മാവിന്റെ മേഖലയിലേക്ക് പാപം വരുന്ന മേഖലകളെ മതിൽ കെട്ടി തിരിച്ച് ആത്മാവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ്. എന്റെ ആത്മാവിന് ഞാൻ കണക്ക് പറയണം. ദൈവതിരുസന്റെ വേറെ ആരുടെ ആത്മാവിന് വേണ്ട. പിന്നെ പറയേണ്ട കണക്ക് തലതൊട്ടപ്പന്മാരും അമ്മമാരും എന്ത് ചെയ്യണം? തലതൊട്ട കുഞ്ഞുങ്ങളുടെ ആത്മാവിന് കണക്ക് പറയണം. മാതാപിതാക്കന്മാർ കൊച്ചുങ്ങളുടെ ആത്മാവിന് കണക്ക് പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, എന്നാൽ അതിലൊക്കെ അധികം കണക്ക് പറയേണ്ടത് അവനവന്റെ ആത്മാവിന്റെ കണക്ക് തമ്പുരാന്റെ തിരുസന്നിധിയിൽ പറയേണ്ടി വരും. അങ്ങനൊരു കാലമുണ്ട്. ആ കാലത്ത് പ്രിയമുള്ളവരെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി വായിച്ചേ. എന്തെന്നാൽ
സകല ശത്രുക്കളെയും തന്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. 1 തെസ്സലോനിക്ക 4:13 വായിച്ചേ. 1 തെസ്സലോനിക്ക 4:13. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ആദിമ നൂറ്റാണ്ടിൽ എല്ലാവരുടെയും ചിന്താഗതി ആരും മരിക്കുകയല്ലെന്നായിരുന്നു. കാരണം യേശു ഉയർത്തെഴുന്നേറ്റോണ്ട് ഇനി ആരും മരിക്കുകയല്ല. അപ്പോഴാണ് ആദിമ നൂറ്റാണ്ടിൽ പ്രധാനപ്പെട്ട കുറച്ച് പേര് മരിച്ചുപോയി. അതോടുകൂടി ക്രിസ്ത്യാനികൾക്കെല്ലാം നിരാശയായി. എന്നാലും മരിച്ചല്ലോ. ഉടനെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും വിഷമിക്കരുത്. പിന്നെ യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇതാ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ യേശു ക്രിസ്തുവിൽ മരിച്ചവരെ യേശു ക്രിസ്തു അവനോട് കൂടെ ഉയർപ്പിക്കും. പിന്നെ കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ മരണമടഞ്ഞവരെല്ലാം കാഹളധ്വനി മുഴങ്ങും. ദൈവത്തിന്റെ ശബ്ദമുയരുന്ന സമയത്ത് ഈ മരിച്ചു കിടക്കുന്ന സകല ആളുകളും എന്ത് ചെയ്യും? മണ്ണിൽ നിന്ന് കൂണുപോലെ ഉയർത്തെഴുന്നേക്കുമെന്ന് കർത്താവ് പറയുന്നു പൗലോസ് അപ്പോസ്തലനോട്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടോ? വിശ്വസിക്കുന്നവർ ദൈവകീക്ക് ഇത്രയും പേർക്ക് അവിശ്വാസമുണ്ടോ? പ്രിയമുള്ള ഒരു നല്ല കാലം വരെ എനിക്ക് അവിശ്വാസമില്ലായിരുന്നു. കാരണം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംശയം, ഈ മരിച്ചുപോയ ആള് നമുക്കറിയാം. ഇപ്പോ നമ്മൾ തന്നെ മണർകാട്ട് പള്ളിയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ശവക്കോട്ടയുള്ളത്. താഴെയാണ് താഴത്തെ പള്ളി ഇരിക്കുന്നത്. ഈ മേളിലാണ് ശവം അടക്കുന്നത്. ഈ മേളിൽ ശവം അടക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു 2 വർഷം കഴിഞ്ഞിട്ട് അത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വല്ലതും കാണാറുണ്ടോ? ഇത് മുഴുവൻ കുറച്ച് കെമിക്കൽ മാത്രമാണ്. അത് മുഴുവൻ എന്ത് ചെയ്യും? ഫോസ്ഫറസിന്റെ വഴിക്കും പോവും, പൊട്ടാസ്യന്റെ വഴിക്കും പോവും. പിന്നെ അങ്ങനെ എല്ലാം ഈ മണ്ണിലേക്ക് അതിലേക്ക് കൊടുക്കും. കുറെ പാറ്റായി നിന്നുകൊണ്ട് പോകും. പാറ്റായാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബിരുദൻ. അവൻ അങ്ങോട്ട് കയറിയിട്ട് ഇത് മുഴുവൻ അള്ളിപ്പറിച്ച് ഇത് മുഴുവൻ തിന്നച്ചവൻ. പിന്നെ പഴുതാര. നമുക്കറിയാം, നമ്മൾ ഈ ശവക്കോട്ട പോക്കുമ്പോൾ മൊത്തം ഞങ്ങൾ അതിനകത്തോട്ട് നോക്കുന്നത്. മിക്കവാറും വേറെ ശവക്കോട്ടയിൽ ഇന്ന് വരെ എന്താണ് രത്നങ്ങളോ കല്ലുകളോ ഒന്നും കണ്ടിട്ട് എല്ലായിടത്തും ഈ നാറ്റം മാത്രമേ ഉള്ളൂ. മിക്കവാറും പൊക്കിയ ശവക്കോട്ടയിലൊക്കെ പ്രിയമുള്ളവരെ ഈ നാറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ ആകെപ്പാടെ അതിനകത്തോട്ട് നോക്കിയപ്പോൾ ചാക്കോച്ചൻ്റെതാണ് നോക്കിയത്. പക്ഷേ പാറ്റ, പഴുതാര, പിന്നെ മറ്റ് പ്രാണികൾ ഇതെല്ലാം അതിനകത്തോട്ട് ഓടി നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെയൊക്കെ തിളക്കം കാണണം. നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരുമാതിരി ഊപ്പ പാറ്റായുണ്ട്, അതല്ല, നല്ല തിളങ്ങി നിൽക്കുന്ന പാറ്റായാണ് അതിനകത്തോട്ട് നടക്കുന്നത്. കാരണം നല്ല ഫുഡാണ് അടിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് വല്ല കേക്കിൻ്റെ മുറിയോ അറ്റോ മുറിയോ ഒക്കെ അതൊക്കെ എല്ലാം അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് വീഴുന്നതൊക്കെയാണ് ഈ കിട്ടുന്നത്. പാറ്റായൊക്കെ ഇവിടെ ദാരിദ്ര്യമാണ്. പക്ഷേ ശവക്കോട്ടയിൽ പാറ്റായൊക്കെ നല്ല തിളങ്ങിയാണ് നിൽക്കുന്ന പ്രിയമുള്ള. അതിൻ്റെ കളറൊക്കെ കാണണം. അത്ര നല്ല മുഴുത്ത പാറ്റായാണ്. അപ്പൊ പ്രിയമുള്ള ഈ പാറ്റ ഇതിനെ നമ്മളെ തിന്നേച്ച് ഈ പാറ്റ എന്ത് ചെയ്യും? വേറെ വഴിക്ക് പോകും. പോകുന്ന വഴിക്കായിരിക്കും എന്ത് ചെയ്യും? ഒരു പൂച്ച കയറി പാറ്റായ കയറി പിടിക്കും. പാറ്റായ കഴിഞ്ഞ് പൂച്ച എന്ത് ചെയ്യും? പൂച്ച നടന്ന് മേളിൽ കൂടെ കയറി വേറെ വഴിക്ക് പോകും. അന്നേരമാണ് ഒരു ചേട്ടൻ പൂച്ചയെ പിടിച്ചേച്ച് എന്ത് ചെയ്ത്? പൂച്ചയെ പിടിച്ചേച്ച് മുറിച്ചേച്ച് അവൻ വറുത്തടിച്ച് അച്ചായൻ നേരെ എന്ത് ചെയ്യണം? തൂത്തുട്ടിപ്പള്ളി വന്നത് പ്രാർത്ഥനയും കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും? അപ്പോഴാണ് പുള്ളിക്കാരൻ അറ്റാക്ക് വന്നത്. പുള്ളിയെ കൊണ്ട് വേറെ പള്ളി കൊണ്ട് അടക്കി. അപ്പോൾ മണ്ടാട്ടുപള്ളി കിടന്നിരുന്ന അച്ചായൻ്റെ ദേഹത്തെ ഫോസ്ഫറസും പൊട്ടാസ്യവും കാൽസ്യവും എല്ലാം കൂടെ പാറ്റാ വഴി പിന്നെ അവിടെ ചെന്നു. പാറ്റാ വഴി അങ്ങോട്ട് ചെന്നിട്ട് പൂച്ചയുടെ വായി ചെന്ന്, പൂച്ച വഴി ചാക്കോച്ചൻ്റെ വായി ചെന്ന്, ചാക്കോച്ചൻ്റെ വായിൽ നിന്ന് തോട്ടംപള്ളിയിലെ ശവക്കോട്ട ചെന്ന്. അപ്പോഴാണ് തോട്ടംപള്ളിയിലെ ശവക്കോട്ടയാണെങ്കിൽ കെട്ടിയിട്ടില്ല, അതെല്ലാം എന്താണ് മണ്ണിലാണ് കുഴിച്ചിരുന്നത് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ പുല്ലങ്ങോട്ട്, നമുക്ക് ശവക്കോട്ടയിലെ പുല്ലെന്ന് പറഞ്ഞാൽ കാണേണ്ട പുല്ല നീണ്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പുല്ല് പോലെ ഒന്നുമില്ല, പ്രിയമുള്ള തളർത്ത് നല്ല പച്ചച്ചാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? അതുപോലെയുള്ള വളവാണ്. അപ്പം അത് തോട്ടംപള്ളിയിൽ അമ്മച്ചി വന്നേച്ച് അവിടെ ഒരു കോളനിയുണ്ട്. കോളനി അമ്മച്ചി ഇതെല്ലാം കൂടെ പുല്ലെല്ലാം കൂടെ പെറുക്കിയെടുത്ത് നേരെ പശുവിന് കൊണ്ടു കൊടുത്തു. അപ്പോൾ ഈ മണ്ണാട്ടുപള്ളി കിടന്ന ചാക്കോച്ചൻ്റെ ഫോസ്ഫറസും പൊട്ടാസ്യവും കാൽസ്യവും എല്ലാം കൂടെ എവിടെയായി?
ഇതാ പശുവിന്റെ വയറ്റിലായി. ആ അമ്മച്ചി അത് പാലെല്ലാം കൂടെ കറന്നെടുത്തേച്ച് നേരെ എന്ത് സ്റ്റോറിൽ കൊണ്ടു കൊടുത്തു. അത് നേരെ മിൽമാ ബൂത്തിലേക്ക് പോയി. മിൽമാ ബൂത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, മിൽമായ്ക്കകത്തൂടെ അവൻ നേരെ കറങ്ങി ഇതാ പാക്കറ്റായിട്ട് വന്ന് ഇതാ നേരെ വന്നു. തൂത്തുട്ടി ധ്യാനം നടക്കുകയാണ്. ധ്യാനം നടക്കുമ്പോൾ മിൽമാ പാല് പൊട്ടിച്ച് നിങ്ങൾക്ക് ഓരോ കാപ്പി. ഇപ്പൊ എവിടെ ചെന്നു? ഇങ്ങനെ ചെന്ന് ഈ മനുഷ്യന്റെ ശരീരം വീണ്ടും മണ്ണിൽ നിന്ന് യോജിച്ച് ഒന്നായിട്ട് മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരിക. അപ്പം അങ്ങോട്ട് പോയ ആത്മാവ് നേരെ റോക്കറ്റ് പോലെ തിരിച്ച് ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഈ മനുഷ്യന്റെ ദേഹത്ത് കയറുക. എന്നിട്ട് മനുഷ്യൻ നടന്നു വരിക. നടക്കുന്ന കാര്യം വല്ലതാണ്? അല്ല, നിങ്ങൾ പറ, നടക്കുമോ? എന്റെ ഒരു ചിന്താഗതി ഇതായിരുന്നു പറയുമ്പോൾ. ഇത് വല്ലതും നടക്കാൻ പോകുന്ന കാര്യമാണ്. പിന്നെ സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ സത്യത്തിൽ അച്ഛനായ ശേഷം പല പ്രസംഗവും നടത്തിയിട്ടുണ്ടെങ്കിലും ഇതാ ഈ ശവാടക്കിന്റെ സമയത്തെ പ്രസംഗം വരുമ്പോഴത്തേനും ഞാൻ എങ്ങനെയെങ്കിലും കുറച്ചേരം ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. പതുക്കെ ശവസംസ്കാര ശുശ്രൂഷ തുടങ്ങിക്കഴിയുമ്പോഴേ പതുക്കെ ചെല്ലത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഈ പ്രസംഗം നടത്താതിരിക്കാനായിട്ട് നോക്കും. കാരണം എന്താണ്, അന്ത്യനാളിൽ ഉയർത്തെഴുന്നേക്കുന്ന ഉത്തമ ബോധ്യമുണ്ടല്ലോ, പറയാൻ പാടുള്ളൂ, ഇല്ലാത്തത് പറയാൻ പാടില്ല. അങ്ങനെ കുറെ കാലമൊക്കെ പോയി. പിന്നെ ചെറിയ ആശ്വാസവചനമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് വ്യക്തമായ ബോധ്യം നൽകി. ഞാൻ അന്നേരം കർത്താവിനോട് തന്നെ ചോദിച്ചു, കർത്താവേ, ഇതെങ്ങനെ ഉയർത്തെഴുന്നേക്കുമെന്നായി പറയുന്നു? ഈ മനുഷ്യർ മുഴുവനും, ഭൂമിയിൽ അടിഞ്ഞു ചേർന്ന മനുഷ്യർ മുഴുവനും കൂണുപോലെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് എങ്ങനെ നടക്കുമെന്നായി പറയുന്നത്? അന്നേരം പരിശുദ്ധാത്മാവ് എന്നോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊരു ചോദ്യം ഇതായിരുന്നു, ഇതാ 1960കളിൽ നീ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അമ്മയുടെയൊക്കെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മളെന്നില്ല. ഈ ഭൂമിയിൽ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് യാതൊരു അടയാളങ്ങളും ഇല്ല. ശവടക്കിയവനെ സംബന്ധിച്ചുള്ള അടയാളം രജിസ്റ്റർ ബുക്കിലുമുണ്ട്. അങ്ങനത്തെ പോലും ഒരു അടയാളമില്ലായിരുന്നു 1960കളിൽ എന്നെക്കുറിച്ചും ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെ കുറിച്ചും. അന്നുകൊണ്ട് മലബാർ ഭദ്രാസനം, അവിടെ ആളുകളുമുണ്ട്. അന്നുകൊണ്ട് അവിടെ സഭ. പ്രിയമുള്ളവര്, അതിന് ഞാൻ തമ്പുരാനോട് ചോദിച്ചു, 1960കളിൽ ഉണ്ടായിരുന്നവർക്ക് അറിയാമായിരുന്നു 2011 മലബാർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്താരായിരിക്കും? അപ്പൊ ഞാൻ പറഞ്ഞു, അറിയാമല്ലോ. പലരെ കുറിച്ച് ചിന്തിച്ച് കാണുവരൊന്നും ആയില്ല, കാണുകയാണ്. ഇപ്പോ കർത്താവ് പറഞ്ഞു, ഇപ്പൊ നീ ഇവിടെ ആയിരിക്കുന്ന കാര്യം 1990 അല്ല 60 എനിക്കറിയാം. നിന്റെ ഈ വിരലിന്റെ ഈ അഗ്രത്തുള്ള ഈ ഇതുണ്ടല്ലോ സംഭവം, തമ്പ് ഇംപ്രഷൻ, അതൊക്കെ ഭൂമിയിൽ ഉണ്ടായി കഴിയുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ ലോകം അറിയത്തുള്ളൂ. ഇതുപോലെ വേറൊരു മനുഷ്യനില്ല, ഇങ്ങനെ ഒരുത്തനുണ്ടെന്ന്. പക്ഷെ ഇതുണ്ടാകുന്നതിന് മുമ്പേ നിന്നെ എനിക്കറിയാം. സങ്കീർത്തനം 139 നീ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിച്ചപ്പോൾ നിന്റെ രൂപം എനിക്ക് അജ്ഞാതമായിരുന്നില്ല. അങ്ങനെ ഇല്ലായ്മയിൽ നിന്നും ലോകത്തിൽ ഒരു വ്യക്തി ഇമാജിൻ ചെയ്യാത്ത ഷേപ്പിലും രൂപത്തിലും ഭാവത്തിലും ആരോഗ്യത്തോടെ ഈ കാലഘട്ടത്തിൽ നിന്നെ അമ്മയുടെ ഉദരത്തിൽ കൊണ്ടുവന്ന് ഈ അപ്പനെയും ഈ അമ്മയും തമ്മിൽ കല്യാണം കഴിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, ഈ കല്യാണം അങ്ങനെ തെറ്റിപ്പോയിരുന്നെങ്കിൽ ഞാനുണ്ടാവുമോ? വേറെ ആളെ ഉണ്ടാവും. ക്രോമോസോം മാറും, എല്ലാം മാറും. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ ഇതാ അച്ചായന്റെ അമ്മയുടെ കല്യാണം ആലോചിച്ച സമയത്ത് എങ്ങാനും കല്യാണം മാറിപ്പോയിരുന്നെങ്കിൽ നിങ്ങളായിരിക്കും ഈ സീറ്റേ ഇരിക്കുന്നത്. അല്ല, ഈ ഡിസൈനുള്ള ആളായിരിക്കില്ല, വേറെ ഡിസൈൻ ആയിരിക്കും. ക്രോമോസോം മാറിപ്പോവും, മറ്റേ ബാലൻസ് മാറും, കെമിക്കൽ മാറും, മൊത്തം മാറും, ജീനുകൾക്ക് മാറ്റം വരും, എല്ലാം മാറും. അപ്പൊ ഈ വ്യക്തി ഈ കാലഘട്ടത്തിൽ ഈ കസേരയിൽ ഇരിക്കുന്നതിന്റെ കാര്യം പ്രിയമുള്ളവരെ യുഗാന്ത്യങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി നിശ്ചയിച്ചു വെച്ച ദൈവം നിന്നെ ഈ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച് ആരോഗ്യത്തോടെ ആക്കിയിരിക്കുന്നെങ്കിൽ ആ കഴിവുള്ളവന് നിന്നെ മണ്ണിനകത്ത് അലിയിപ്പിച്ചാൽ അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? പൊക്കാൻ ഈസിയാ. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു പൊങ്ങും പൊങ്ങും. ഞാൻ പിറ്റേ ആഴ്ച കൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. മരിച്ചവർ മണ്ണിൽ നിന്ന് കൂടുപോലെ ഉയർത്തെഴുന്നേക്കും, ഉറപ്പാണ്. പിറ്റേ ആഴ്ച മുതൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. പറയുമ്പോൾ അതുവരെ പ്രസംഗിച്ചിട്ടില്ല ഈ കാര്യം. അനേകം ചിലർക്ക് എന്നോട് പറയും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയും. ഞാൻ പറയില്ല, ഇപ്പൊ പ്രസംഗിക്കുന്നില്ല. പ്രിയമുള്ളവർ, ഒരു കാര്യം ഓർക്കുക, നിങ്ങള് എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കും, ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കും, വിശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടി. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക, മരണശേഷം ഒരു ജീവിതം ഉണ്ട്.
അതിനുശേഷം പ്രിയമുള്ളവരെ ആരെയാണ് കർത്താവ് എന്താ പറഞ്ഞത്? മത്തായി സുവിശേഷത്തില് 25-ാം അധ്യായത്തിൽ വീണ്ടും വ്യക്തമാക്കി തരുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ 31 മുതലുള്ള വചനം. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. പ്രിയമുള്ളവരെ, അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും എന്ന് പറഞ്ഞാൽ ഹിന്ദുവും ക്രിസ്ത്യാനി മുസൽമാനും യാക്കോബായക്കാരനും ഓർത്തഡോക്സുകാരനും കത്തോലിക്ക സഭക്കാരനും CSI-കാരനും പെന്തിക്കോസുകാരനും എല്ലാം ഒരുപോലെ നിൽക്കേണ്ടി വരും. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാകും പ്രിയമുള്ളവർ, അങ്ങനെ ഉണ്ടാകും. എല്ലാവരെയും കർത്താവ് ഉയർപ്പിക്കും. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഗണം പോലെ നിൽക്കും. മഹിമയുടെ സിംഹാസനത്തിൽ യേശുക്രിസ്തു ഇരിക്കും. പിന്നെ ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. രണ്ടു കൂട്ടരായിട്ട് തിരിക്കും. ചെമ്മരിയാട്, കോലാട്. ഞാനത് ഇനി പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ആരാ ചെമ്മരിയാട്, ആരാ കോലാടെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്? അറിയാം. പ്രിയമുള്ളവരെ, ചെമ്മരിയാടിനെയും കോലാടിനെയും തമ്മിൽ വേർതിരിക്കും. ചെമ്മരിയാടിന്റെ പ്രത്യേകത, ഇടയൻ എന്തു പറയുന്നു അതനുസരിച്ച് ജീവിക്കുന്ന ആടാണ് ചെമ്മരിയാട്. ഇടയൻ എങ്ങോട്ട് പോകുന്നു, യാതൊരു പ്രേരണയും കൂടാതെ ഇടയൻ പോകുന്ന വഴിയെ ഓടുന്ന ആടാണ് ചെമ്മരിയാട്. കോലാട് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ആട്, നമ്മുടെ സഭയിലെ ടൈപ്പ്. എന്താണ്? ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വലിച്ചാൽ വേറൊരെണ്ണം അങ്ങോട്ട് പോകും, ഒരെണ്ണത്തിന് അങ്ങോട്ട് വലിച്ചാൽ ഒരെണ്ണം ഇങ്ങോട്ട് പോകും. ഇത് തന്നെ ഈ സൈസ് ആട്, അതാണ് കോലാട്. അപ്പൊ ഈ ടൈപ്പ് 2 ടൈപ്പ് ആടുകളുണ്ട്. ഇത് 2 സൈഡിലായിട്ട് കർത്താവ് മാറ്റും. കറക്റ്റ് കർത്താവിനറിയാം. ഇതാ ചെമ്മരിയാടുകളെല്ലാം കർത്താവിന്റെ തിരുവചനങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും അതിനുവേണ്ടി ത്യാഗം സഹിക്കുകയും അതിനുവേണ്ടി നഷ്ടം സഹിക്കുകയും കടബാധ്യത സഹിക്കുകയും വഞ്ചിക്കപ്പെട്ടപ്പോൾ ക്ഷമിക്കുകയും അതുപോലെ കളിപ്പിച്ചുകൊണ്ട് പോയപ്പോൾ പോട്ടെന്ന് വെക്കുകയും അതുപോലെ മുഖത്തടിച്ചവനോട് ക്ഷമിക്കുകയും ചെയ്തവനൊക്കെ ഇതാ അന്ത്യനാളിൽ എഴുന്നേറ്റ് വരും. അവൻ യേശുവിന്റെ കൂടെ നിൽക്കും. അപ്പൊ തല്ലിയവനും തൊഴിച്ചവനും പരദൂഷണം പറഞ്ഞവനും നോട്ടീസ് അടിച്ചവനും ഫേസ്ബുക്കിൽ മുളച്ചത് ഇട്ടവനും എല്ലാം എന്തി ഇപ്പുറത്തെ സൈഡിൽ പീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കോലാടായിട്ട് നിൽക്കും. എന്നിട്ടോ അവൻ ചെമ്മരിയാടുകളെ തന്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കായിട്ട് ഞാനൊരു രാജ്യം സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അതിനും ചൊവ്വായാണോ ബുധനാണോ വ്യാഴമാണോ സൂര്യനാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും പ്രിയമുള്ളവരെ, ഒരു രാജ്യം ദൈവം സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അത് സത്യമാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സ്വപ്നം കാണാനിടയായി. ഭീകര സ്വപ്നമായിപ്പോയി. സ്വപ്നം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഞാൻ പല ആളുകളോട് ഈ സ്വപ്നം പങ്കുവച്ചു. പ്രിയമുള്ള സ്വപ്നം ഇതായിരുന്നു, ഒരു റോക്കറ്റ് ഇവിടുന്ന് പോകാനായിട്ടെല്ലാം റെഡിയായി നിൽക്കുക. അതിന്റെ സ്വപ്നം. ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള സ്വപ്നമല്ല, പരിശുദ്ധാത്മാവിന്റെ സ്വപ്നമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും നല്ലവണ്ണം ഉറക്കം കിട്ടിയ ഒരു ദിവസം കിട്ടിയ ഒരു സ്വപ്നം ഇതാണ്. പ്രിയമുള്ള ഒരു റോക്കറ്റ് ഇവിടുന്ന് പോവുകയാണ്. അപ്പൊ എങ്ങനെയോ പ്രിയമുള്ളവരെ, എനിക്ക് ഈ റോക്കറ്റ് കയറി പോകാൻ അവസരം കിട്ടി. അങ്ങനെ ഈ റോക്കറ്റ് പോയി ചൊവ്വയിൽ ചെന്ന് ചാടി. ഞാൻ ചൊവ്വയിൽ ഇറങ്ങി നോക്കുമ്പോഴാണ് പ്രിയമുള്ളവര്, നമ്മുടെ മലയാളികൾ ഒത്തിരി പേര് ചൊവ്വയിലുണ്ട്. അവരവിടെ വലിയൊരു ഗ്ലാസ് കൂട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. വലിയ ഗ്ലാസിന്റെ കൂട്. അത് പണ്ടങ്ങാണ്ട് കാർട്ടൂണിൽ കണ്ടതാ. വലിയ ഗ്ലാസ് കൂട്. അതിനകത്ത് അവരിരുന്നുകൊണ്ട് കുറച്ച് പേര് ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചിലർ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. അങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ചിലർ കോൺക്രീറ്റ്, JCB വരെ കണ്ടവിടെ. അപ്പൊ ഞാൻ ഓർത്തോടെ എങ്ങനെയാണ് ഈ JCB ഇവിടെ കൊണ്ടുവന്നത്? അവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പ്രിയമുള്ളവർ, അന്നേരം അവിടെ ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഒരു ശാസ്ത്രജ്ഞന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന സമയത്ത് എന്റെ ചെവി വന്ന ഒരാൾ പറഞ്ഞു, ഇവര് ഒത്തിരി കാലമായി ഈ ലോകത്തുനിന്ന് ഇങ്ങോട്ട് പോകും, ഭൂമിയിൽ നിന്ന് പോകുന്നിട്ട്. അതുകൊണ്ട് ഇവർക്ക് ഈ ബർത്ത്ഡേക്ക് സത്യത്തിൽ ഗിഫ്റ്റൊന്നുമില്ല, ഷർട്ടൊക്കെ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ കൊണ്ടുവന്ന ഇതിനകത്ത് ഒരെണ്ണെടുക്ക് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ തന്നെ ഒരു ഷർട്ടൊക്കെ കൊടുത്തു. അപ്പൊ പ്രിയമുള്ളവരെ, ചൊവ്വായിലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓക്സിജന്റെ കുറവ് കാണും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ ഉണ്ടോ, നമ്മുടെ മലയാളികളെല്ലാം അവിടെ സ്ഥലം മേടിച്ചിട്ടിരിക്കുക. വളരെ വില കുറച്ച് സ്ഥലം മേടിച്ചിട്ടിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് സ്ഥലം നോക്കാൻ വേണ്ടി, പള്ളിക്ക് വേണ്ടി സ്ഥലം നോക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന്
ഈ പിള്ളേർ വന്ന് പുറത്തുനിന്ന് കൊട്ടിയത് കുർബാനയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടുകൂടി ബാക്കി കാര്യം എന്നാന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇനി എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ പറയാം ബാക്കി. അപ്പൊ പ്രിയമുള്ളവരെ, ഇനി ചൊവ്വയാണോ ബുധനാണോ ഏതാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്ന രാജ്യം നമുക്കറിയാമല്ലോ. എന്തായാലും ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ഇവിടെ ഒരു വലിയ രാജ്യമൊന്നും പണിയേണ്ട കാര്യമില്ല പ്രിയമുള്ളവരെ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉള്ളതുമൊക്കെ കുടിച്ചും കഴിച്ചും എങ്ങനെയെങ്കിലും നല്ല മരണം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നല്ല ക്രൈസ്തവ ജീവിതത്തിന് വിരുദ്ധമായി ഉണ്ടാകുന്ന വലിയ പരിപാടിക്കൊന്നും പോകാതിരിക്കുക. കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ കേസ് കെട്ടിനൊന്നും പോകാതിരിക്കുക. വലിയ ഗുലുമാലി ചെന്ന് ചാടാതെ നമ്മൾ എന്ത് ചെയ്യാണ്? യേശുക്രിസ്തുവിനെ മുഖത്തപ്പെടുത്തിക്കൊണ്ടും ധ്യാനം കൂടിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടും ജീവിക്കാൻ പറ്റുന്ന സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കുക. ഇനി നിങ്ങളുടെ ജീവിതം ദൈവവചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യമുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നല്ല വിശുദ്ധിയിലെത്തിയെന്ന് നിങ്ങൾ കർത്താവിന് ബോധ്യപ്പെട്ടാൽ പ്രിയമുള്ളവരെ അപ്പോഴേ നിങ്ങളെ കൊണ്ടുപോയിടുക. അതാ ഒരു പ്രത്യേകത. അകാല മരണം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. അകാല മരണം അതൊരു വലിയ ദൈവകൃപയാണ് പ്രിയമുള്ളവരെ. അത് ചില ദൈവമക്കൾക്ക് ദൈവം കൊടുക്കും. നല്ല വിശുദ്ധരായ ചില യുവാക്കന്മാരെ ദൈവം തെരഞ്ഞെടുക്കും. അവരെ ദൈവം അകാലത്തിൽ തന്നെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതാണ് ദൈവത്തിന്, ദൈവരാജ്യ സംസ്ഥാപനത്തിന് അവരെ ആവശ്യമുള്ളതുകൊണ്ട് സ്വർഗത്തിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നതാണ് അവരെ. അതുകൊണ്ട് പ്രിയമുള്ള, അകാല മരണം സംഭവിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിക്കുകയും കരയുകയും ചെയ്യാൻ പാടില്ല. ചിലരുണ്ട്, മക്കൾ അകാലത്തിൽ മരിച്ചതിന്റെ ഓർമ്മകൾ മൂലം കരഞ്ഞ് വിഷമിച്ച് കഴിയുന്നവരുണ്ട്. നിങ്ങൾ കരയാൻ പാടില്ല പ്രിയമുള്ളവരെ. ദൈവം അവരെ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. വളരെ അത്യാവശ്യമുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ ഏക മകനായിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിലെങ്ങാണ്ട് എന്ന് കഴിഞ്ഞപ്പോഴാണ് ഒറ്റ മകനേ ഉള്ളൂ, നല്ല ചെറുപ്പക്കാരൻ. അവന് ക്രിസ്തീയ ഗാനങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എഴുതുന്ന പയ്യനാണ്. വളരെ വിശുദ്ധമായ ജീവിതം. അവന്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ജീവിതമാണ്. പ്രിയമുള്ളവരെ, അവൻ മരിച്ചുപോയി. ആ പേരൻസ് എല്ലാം തകർന്നുപോയി. ഞാനവരോട് പറഞ്ഞു, ദൈവം നിങ്ങളുടെ മകനെ ആവശ്യമുള്ളതുകൊണ്ട് അവന്റെ രാജ്യത്തേക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഉണ്ടോ? അപ്പൊ ചില ആളുകൾ മരിക്കാതെ ഇവിടെ കിടക്കുന്ന കണ്ടിട്ടില്ലേ? അച്ഛനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു, കപ്പ്യാരെ വിളിച്ച് വീണ്ടും പ്രാർത്ഥിച്ചു, പിന്നെ ധ്യാന കേന്ദ്രത്തിനും ധ്യാന ഗുരുക്കന്മാരെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു, എന്നിട്ട് എന്ന് പറഞ്ഞാൽ കിടക്കുക ചാകാതെ. എന്നാന്നറിയോ? പഴയകാല പാപങ്ങൾ കിടപ്പുണ്ട്. പാപം പശ്ചാത്തപിക്കാതെ പാപങ്ങൾ കിടക്കുന്നുകൊണ്ടാണ് പ്രിയമുള്ളവരെ മരിക്കാതെ 5 വർഷം 8 വർഷം 10 വർഷമായിട്ട് ബോധവുമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. ഓർത്തോണം, നല്ല പ്രായത്തിൽ കുമ്പസാരിക്കുകയോ പാപങ്ങൾ ഏറ്റുപറയുകയോ പശ്ചാത്തപിക്കുകയോ പാപങ്ങളെക്കുറിച്ച് അനുതാപം കിട്ടുകയോ ചെയ്യാത്ത പാർട്ടികൾക്കാണ് ഈ ഗതി വരുന്നത്. പലരും കടമറ്റ സേവയുള്ള കുടുംബങ്ങളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കടമറ്റ സേവ എന്താണ്? പൈശാചിക ശക്തിയുടെ സ്വാധീനമാണ്. കടമറ്റ സേവ എന്ന് പറയുന്നത് തികച്ചും പൈശാചിക ആരാധനയാണ്. ക്രൈസ്തവ സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പൈശാചിക ആരാധനയാണ് കടമറ്റം സേവ. ഇത് ആചരിച്ചിരിക്കുന്ന കുടുംബങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. അവിടുത്തെ ചിലരുടെ ജീവൻ പോകണമെങ്കിൽ അവൻ കുറെ കഷ്ടപ്പെടും. ഇനി വീണ്ടും വീണ്ടും പാപത്തിന്മകൾ അവരുടെ വീടുകളിലേക്ക് കയറി എല്ലാ തിന്മകളും, ആത്മഹത്യ, അപകട മരണങ്ങൾ, മാനസിക രോഗങ്ങൾ, മ്ലേച്ഛത, വ്യഭിചാരം, അശുദ്ധി എല്ലാം വന്ന് ആഞ്ഞടിച്ച് കുടുംബങ്ങൾ തകർന്നു കാണാൻ സാധിക്കും. അതൊരു പൈശാചിക സേവയാണ് പ്രിയമുള്ളവരെ. അങ്ങനെയൊക്കെയുള്ള ചില ഭവനങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചില മനുഷ്യർ മരിക്കാതെ കിടക്കും. അവരെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിയും പ്രിയമുള്ളവർ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ അവരുടെ പാപങ്ങൾക്ക് മോചനം കിട്ടാൻ വേണ്ടി, കരുണയ്ക്ക് വേണ്ടി അവിടെ എന്റെ ദൈവമേ ഇവർ ചെയ്ത പാപങ്ങൾക്ക് മാപ്പി ചോദിക്കുന്നു, കരുണ കാണിക്കണമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മരണം കിട്ടും. ഒരിക്കല് നമ്മൾ ഓരോരുത്തരും ഓർത്തോണം. ഒരിക്കല് ഇവിടെ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് 2 അച്ഛന്മാര് ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പ്രിയമുള്ളവരെ വളരെ മരണാസന്നയായിട്ട് ഒരു സിസ്റ്റർ കിടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മരിക്കും എന്ന് പറഞ്ഞിട്ട് മരിക്കുകയില്ല, മെലോതെ കിടക്കുകയാണ്. ഇങ്ങനെ വായുവെല്ലാം വലിച്ച് കിടക്കുകയാണ്. ഇവിടുന്ന് അച്ഛന്മാർ പോയി ആ സിസ്റ്ററിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു കാര്യം കാണിച്ചു കൊടുത്തത് കുറെ സ്വർണവും കുറച്ച് ചെക്കുകളുമാണ്. അപ്പൊ അവിടെ കൂടെ വന്ന സിസ്റ്റർമാർ പറഞ്ഞത്, ഈ കുറെ ചെക്കുകളും ഏതാണ്ട് സ്വർണം ഇതൊക്കെ കാണുന്നു, ഇതുമായിട്ട് ഈ സിസ്റ്ററിന് എന്നാ ബന്ധം ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയാൻ വരുന്നു.
പ്രാർത്ഥിച്ചക്കെല്ലാം കഴിഞ്ഞ് പോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ള ഒരു സിസ്റ്ററിന്റെ രോഗം പെട്ടെന്ന് കുറഞ്ഞു. ഉണർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതമായി. ഉടനെ സിസ്റ്റർമാർ ചോദിച്ചു, സിസ്റ്ററെ പ്രാർത്ഥിക്കാൻ വന്ന അച്ഛന്മാർ പറഞ്ഞു, ഇതാ ഏതാണ്ട് ഒരു സ്വർണ്ണ പതകം പോലൊരു സാധനം പോലെ കാണുന്നു, കുറച്ച് പണത്തിന്റെ ചെക്കുകളെ കുറിച്ച്. ഉടനെ ആ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ മുറിയിൽ ഒരു സ്വർണത്തിന്റെ പതക്കം ഇരിപ്പുണ്ട്, എനിക്കൊരിക്കൽ കിട്ടിയതാണ്, ഞാനത് ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചതാണ്. സിസ്റ്ററിന് എന്തിനാ സ്വർണം? എനിക്ക് കുറച്ചൊക്കെ ചിക്ക് കിട്ടി, ഞാനിത് വീട്ടുകാർക്ക് കൊടുക്കാതെ വിചാരിച്ചു വെച്ചോണം. ഈ മഠത്തിലമ്മമാരെല്ലാം കൂടെ എന്നാ സുപ്പീരിയർമാരൊക്കെ എനിക്കിട്ട് ചവിട്ടും തൊഴിയല്ലേ, അവർ ദേഷ്യപ്പെടുന്നു, അരിശപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ഇവർക്ക് കൊടുക്കുകയില്ല. അങ്ങനെ സിസ്റ്റർ ഈ കിട്ടിയ ചെക്കുകളെല്ലാം എന്ത് ചെയ്യണം, സൂക്ഷിച്ച് ആരും അറിയാതെ വെച്ചതാണ്. നീ വീട്ടുകാർക്ക് കൊടുക്കുക, അല്ലെ എപ്പോഴെങ്കിലും അവസരം ഉണ്ടാകുമ്പോൾ നമ്മളിനി അല്ലെങ്കിൽ ഈ മഠത്തിൽ നിന്ന് പോയിട്ട് വേറെ മഠം ഉണ്ടാക്കുകയാണെങ്കിൽ അന്നേരം ഉപയോഗിക്കാമെന്ന് ഓർത്ത് വെച്ചതാണ്. പ്രിയമുള്ളവരെ, ആ സിസ്റ്റർ മരിച്ചില്ല. കാരണം എന്താണെന്നറിയോ? ഈ സ്വത്ത്, ഈ പണമല്ല പ്രധാനം. ഈ പണം സ്വരൂപിച്ച് വെച്ചത് എന്തിനോടുള്ള ആഗ്രഹം കൊണ്ടാ? ആ ആത്മാവ് യേശുവിന്റെ മണവാട്ടിയായിരുന്നു. യേശുവിന്റെ മണവാട്ടി ആരെ ആഗ്രഹിച്ചു? അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവിടുകില്ല, ലോകത്തിനവസാനത്തിൽ പാരും വാനുവഴിഞ്ഞാലും വാഴും നീയാവത്തന്നെ താതാ നജവിമലാത്മാവിൻ ഗേഹം പാർത്ത നിന്തോണോ. കണ്ടോ? അപ്പൊ പറയുമ്പോഴൊരു അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവിടുകയല്ല. സഭയോട് ദൈവം പറയുന്നത് ഇതുപോലെ യേശുവിന്റെ മണവാട്ടിയായിട്ടാണ് ആര് ഇതാ സ്വയം സമർപ്പിക്കുന്നത്? കന്യാസ്ത്രീമാരെല്ലാം യേശുവിന്റെ മണവാട്ടിയായി സമർപ്പിക്കുന്നവർ. അതുപോലെ മണവാട്ടിയായിട്ട് തന്നെ സമർപ്പിക്കുന്നവരാണ് എല്ലാ സന്യാസിമാർ. ഈ മസനംസായിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ യേശുവിന്റെ മണവാട്ടിയായി സമർപ്പിക്കാവുന്നവരാണ്. അവർ റിയൽ എസ്റ്റേറ്റ് പരിപാടിക്കും മറ്റു പരിപാടിക്കും പോയി വേറെ മോഹിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്, പ്രിയമുള്ളവരെ, അന്ത്യകാലത്ത് മരിക്കാൻ കിടക്കുമ്പോൾ ശകലം കുഴയേണ്ടി വരും, വിഷമിക്കേണ്ടി വരും, കാറേണ്ടി വരും, കൂടേണ്ടി വരും. ഓർത്തോണം. നിങ്ങൾ ഓർത്താ പറ, ഞാനിവിടെ ഓർക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാവിൽ ഇതുപോലത്തെ മോഹങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. യേശു ഒറ്റ മോഹം. യേശു എന്നല്ലാത്ത ഒരു മോഹം ഒരു സന്യാസിയുടെ മനസ്സിലുണ്ടെങ്കിൽ ഇച്ചിരി പെടാപ്പാട് വിടും. അങ്ങനെയുള്ളവരെ കർത്താവ് എന്ത് ചെയ്യും? അവിടെ ഇട്ട് യേശു മാത്രം മതിയെന്ന് പറയുന്നിടം വരെ എന്ത് ചെയ്യും? ചവിട്ടി ചെരിച്ച് എല്ലാം ശരിയാക്കി അവസാനം ആത്മാവിനെ ശുദ്ധീകരിച്ചിട്ട് മാത്രമേ കർത്താവ് കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാ വൈദികർക്കോ എനിക്കോ മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടാകും, നിങ്ങൾക്കോ അവസ്ഥ. നിങ്ങളൊക്കെ പാപത്തിൽ കടന്നു കഴിഞ്ഞാൽ ദൈവം സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ്. ഇവിടെ ഇട്ട് എന്ത് ചെയ്യും? നമ്മളൊക്കെ ഈ രോഗങ്ങളൊക്കെ വരും. എന്താ രോഗങ്ങൾ? ഇപ്പോഴത്തെ ഒരു ചില രോഗങ്ങളുണ്ടല്ലോ, മറവി രോഗം, പിന്നെ എന്നാ പറയുന്നത്, ആൽഷിമേഴ്സ്, പിന്നെ എന്നാ ഇങ്ങനത്തെ ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ കരഞ്ഞും വെളിച്ചും വെളുതൊക്കെ നമ്മൾ ജീവിക്കും. പ്രിയമുള്ളവരെ, അതുപോലെ വേദനയും അസുഖവും എഴുന്നേക്കാൻ മേലാഴികയും തളർച്ചയും ക്ഷീണവും എല്ലാം വരുന്ന എന്തിനാണെന്നറിയോ? നമ്മളുടെ നിസ്സഹായത നമുക്ക് കാണിച്ചു തരാൻ. അപ്പൊ നമ്മളൊന്നുമല്ലെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ കരയും, കണ്ണുനീരോടെ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടെന്ന് ബോധ്യം വരുമ്പോൾ പറയും, മോനെ പോരടാ. മാലാഖമാരും വിശുദ്ധന്മാരും കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, നിങ്ങളുടെ ആത്മാവിനെ. അപ്പൊ ചിലരിരുന്ന് തീരുമാനിച്ച് എന്നാലും പെട്ടെന്ന് ശുദ്ധീകരിക്കുന്നില്ല. കാരണം പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ചിലര് ഇതാ ഭാര്യമാരെ ഇവിടെ കൊണ്ട് ബൈക്കിൽ ഇറക്കിച്ച് പോകുന്നവരുണ്ട്. എന്റെ ഭാര്യ ഒന്ന് ഗുണം വരട്ടെന്ന് വിചാരിച്ചാണ് ചെല്ലും കൊണ്ട് ഇറക്കിയത്. ഇപ്പം മനസ്സിലായി, ഭാര്യ എങ്ങാനും ഇതാ തിരുവചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് കുമ്പസാരിച്ച് ഇനി വിശുദ്ധ അവസ്ഥയിലേക്ക് എങ്ങാനും വന്ന് കർത്താവ് പൊക്കിക്കൊണ്ട് പോയാലോ. അതുകൊണ്ട് എടി വല്ലപ്പോഴും ഒരു പാപം ചെയ്തോ കേട്ടോ. അപ്പൊ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, കർത്താവിന്റെ സമയത്ത് എന്നായാലും കൊണ്ടുപോകും. അതുകൊണ്ട് പ്രിയമുള്ളവര്, നമ്മളെപ്പോഴും ഒഴുകിയിരിക്കണം. കുമ്പസാരിച്ച് പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഇന്ന് രാത്രിയിൽ പോരെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ റെഡി, ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരുങ്ങിയിരിക്കണം. അതുപോലെ മക്കളോടും
ബന്ധുമിത്രാദികളോടും ഇതാ പോകാൻ നേരത്ത് ബൈ ബൈ പറയാൻ ഒരുങ്ങി വേണം ഇരിക്കാനായിട്ട് എപ്പോഴും. അങ്ങനെയായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് ക്രിസ്ത്യാനികൾ. അത്ര ബോധ്യം നിത്യജീവനെക്കുറിച്ച് നമുക്ക് ഉണ്ടാകണം പ്രിയമുള്ളവർ, അത്ര ബോധ്യം ഉണ്ടാകണം. അപ്പോൾ അന്ത്യനാളിൽ പ്രിയമുള്ളവരെ നമ്മളെല്ലാം ഉയർത്തെഴുന്നേൽക്കും. ഒരു രാജ്യം നമുക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുണ്ട് കർത്താവ് പറയുകയാണ്. അതുകൊണ്ടല്ലേ യോഹന്നാൻ 14:1 മുതലുള്ള വചനം വായിക്കുമ്പോൾ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കണ്ടോ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. ശിഷ്യന്മാരെ അത് പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ മരണമടഞ്ഞ അപ്പച്ചന്മാരെല്ലാം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്, നല്ലത് ചെയ്താൽ. ഇനി മരിച്ചുപോയ ചില അപ്പച്ചന്മാരൊക്കെ എന്തായിരിക്കും? നരകത്തിന്റെ ഇരുൾക്കുഴിയിൽ കിടന്ന് വിഷമിക്കുകയായിരിക്കും. അതിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ലാസറിന്റെയും ധനവാന്റെ ഉപമ. ഓർക്കണം, ലാസറിന്റെ കാര്യത്തിൽ പേര് സഹിതമാണ് പറയുന്നത്. ലാസർ കണ്ടോ. ധനവാന്റെ കാര്യത്തിലോ സ്വർഗരാജ്യത്തിൽ അഡ്രസ്സ് പോലും ഇല്ല പുള്ളിക്ക്, പോസ്റ്റ് ഓഫീസും ഇല്ല, അഡ്രസ്സും ഇല്ല. ആത്രി പരുവത്തിനാണ് ഈ ഇവിടെ നാട്ടിൽ പൈസ ഉണ്ടായിരുന്നു, നല്ല തീറ്റയും കുടിയൊക്കെ ആയിട്ട് കഴിഞ്ഞ പാർട്ടി സ്വർഗത്തിൽ ചെന്നപ്പോൾ അഡ്രസ്സ് പോലും ഇല്ലാതെ തീക്കകത്ത് കിടന്നുകൊണ്ട് കളിക്കുക. കണ്ടോ. അപ്പൊ പ്രിയമുള്ളവരെ, അപ്പൊ അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുക. അബ്രഹാമും ലാസറും ഒക്കെ ഒന്നിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു. എന്താണ്? ഈ ഭൂമിയിൽ തിന്മ പ്രവർത്തിക്കുന്നവൻ നരകത്തിൽ പോകും, ഉറപ്പാണ്. കർത്താവ് തന്നെ സുവിശേഷത്തിൽ പറഞ്ഞു, ഈ ഭൂമിയിൽ അമിതമായിട്ട് മറ്റുള്ളവനൊന്നും കൊടുക്കാതെ, നമുക്ക് കിട്ടിയത് പങ്കുവെക്കാതെ, മറ്റുള്ളവനൊന്നും കൊടുക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനും സുഖത്തിനും മാത്രം ജീവിക്കുന്ന മനുഷ്യനാണോ? നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, ഈ ലോകത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നിനക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള എൻട്രൻസ് കിട്ടുകയില്ല, നിനക്ക് അങ്ങോട്ടുള്ള വിസ കിട്ടുകയില്ല, അങ്ങോട്ടുള്ള പരീക്ഷ നീ പാസ്സാകുകയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലോക്കോ മറ്റായിക്കോ, ചിലപ്പം ക്യാൻസറിന്റെ ചില അണുക്കളൊക്കെ കാണും. അതൊക്കെ ഉണ്ടോ ഇല്ലോ എന്ന് ഇപ്പം പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, എത്രയും പെട്ടെന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി റെഡിയായിട്ടിരിക്കുക. മറ്റതൊക്കെ വന്നോളും, ബ്ലോക്കൊക്കെ തന്നെ വന്നോളും. നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. എന്തായാലും മരണകാരണമായി എന്തെങ്കിലും വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഈ ഭൂമിയിൽ ഇല്ല പ്രിയമുള്ളവർ. ഉണ്ടോ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു ബ്ലോക്ക് വരാൻ എന്നാ ബുദ്ധിമുട്ട് വേണം? മിനിറ്റിനുള്ളിൽ സംഗതി ഉണ്ടായിരിക്കും. ഓൾറെഡി ഇപ്പൊ തന്നെ കാണും, ഒന്നോ രണ്ടോ എണ്ണമൊക്കെ. പിന്നെ കിഡ്നി ഒന്ന് തകരാറിലാകാനായിട്ട് വല്ല വിഷമം വല്ലതും ഉണ്ടോ? സംഗതി തട്ടിപ്പോകാനായിട്ട് മിനിറ്റ് മതി. അങ്ങനെ ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തട്ടിപ്പോകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഈ ഞായറാഴ്ച നിങ്ങളെ കണ്ടു സന്തോഷത്തോടെ. അടുത്ത ഞായറാഴ്ച നിങ്ങളിൽ ആരെയെങ്കിലും കാണുമെന്ന് എനിക്ക് യാതൊരു ബോധ്യവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, അതുകൊണ്ട് എല്ലാ ആശംസകളും പ്രത്യേകമായിട്ട് നേരുക സ്വർഗരാജ്യത്തിലേക്ക്. കാരണം അടുത്ത ഞായറാഴ്ച നിങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടല്ലോ. എല്ലാ ആശംസകളും നേർന്ന് നിങ്ങൾ നയിക്കുക. അതുകൊണ്ട് ഇതുപോലൊരു പ്രസംഗം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ധ്യാനത്തിന് ഒരൊറ്റ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി പേടിച്ചു പോയി. ചേടാ ചത്തുപോലും ചെയ്യുന്നു, ഉടനെ അറ്റാക്ക് വന്നു. കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് അന്നേരം തന്നെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നീട് അമ്മച്ചിയെ കണ്ടു ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ തിരുമേനിയുടെ പ്രസംഗം കേട്ട് പേടിച്ചു പോയത്. ഏതാണ്ട് 19 വയസ്സുള്ള അമ്മച്ചിയാ. പ്രിയമുള്ളവർ, ഒരിക്കലെ ഒരമ്മച്ചി അനേകം നാളായിട്ട് രോഗിയായിട്ട് കിടക്കുക. അപ്പം ഭയങ്കര കുടിയനും പഴക്കനും. ആ മോനിവിടെ വന്ന് ധ്യാനം കൂടി. പ്രിയമുള്ളവരെ, തിരുവചനെല്ലാം കേട്ടപ്പോൾ അവൻ നിസ്സഹായനായി. അവന്റെ കണ്ണെല്ലാം നിറഞ്ഞു. അവൻ എൻ്റെ അടുത്ത് ഓടി വന്നേച്ച് പറഞ്ഞു, എൻ്റെ അമ്മ വേദനിച്ച്, അപ്പനും ഇട്ടുകൊണ്ട് ഉപദ്രവവും പീഡനമാണ്, അതുകൊണ്ട് അമ്മ വേദനിച്ച് മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. എത്രയോ കാലമായി മരിക്കുന്നില്ല. വചനമൊന്നും കേൾക്കാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് നടക്കാൻ മേല, വലിയ ബോധവുമില്ല. പക്ഷേ എനിക്കൊരാഗ്രഹം, ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി വചന ധ്യാനം നടക്കുമ്പം ഇവിടെ കൊണ്ട് കിടത്തിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, വചനമൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നും സാധിക്കാത്ത ഒരാളെ നമ്മൾ ധ്യാനം കൂടിച്ചാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പോൾ ഞാൻ ഓർത്തതുള്ളൊരു ഒരു സീറ്റ് വെറുതെ പോകുമല്ലോ. കാരണം കേൾക്കാനും മേല, കാണാനും മേല, മനസ്സിലാക്കാനും മേല. ചുമ്മാ ബോധം കെട്ട് കിടക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയാൽ അവനിവിടെ ഇത് മുഴുവൻ നോക്കണം, അവനും ധ്യാനം കൂടാൻ പറ്റുക. അപ്പോൾ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞു. പ്രിയമുള്ളവർ, എന്താ സംഭവിച്ചെന്നറിയോ? ആ വ്യക്തിയെ ഈ വണ്ടിയെ കയറ്റി ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് തിങ്കളാഴ്ച ധ്യാനം കൂടാൻ വേണ്ടി ഇവിടെ കൊണ്ട് കിടത്തി തലയെ കൈവച്ച്
പ്രാർത്ഥിച്ച് അച്ഛന്മാർ മാറുകയും ഇതാ ആ വ്യക്തി അപ്പം തന്നെ മരിച്ചു. പാപമോചന പ്രാർത്ഥന കൊടുത്തിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ എല്ലാ പാപങ്ങളും മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുകയും അന്നേരെ തലയായിച്ചു. അതുപോലെ തന്നെ വണ്ടിയെ കയറ്റി തിരിച്ചു കൊണ്ടുപോയി. ഭാഗ്യമരണ പ്രിയമുള്ളവർ, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. അതിലൊക്കെ കൂടെയാണ് ഞാൻ വിശ്വസിച്ചത്. ഈ സ്ഥലം എന്റെയോ നിങ്ങളുടെയോ അല്ല, ഇത് യേശു ഏറ്റെടുത്ത സ്ഥലമാണ്. ഇത് ദൈവത്തിന്റെ ഇടമാണ്. ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഇടം. എന്റേതുമല്ല, ഇത് നിങ്ങളുടേതുമല്ല. ഇതാ നമുക്കാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത അനേകം ദൈവമക്കളുടെ വേർപ്പിന്റെയും അതുപോലെ കഷ്ടപ്പാടിന്റെയും ഫലം. എത്രയോ രാജ്യങ്ങളിൽ നിന്ന് എത്രയോ ദൈവമക്കൾ, പ്രിയമുള്ളവരെ, എന്തുമാത്രം പണം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ യേശുവിന്റെ ഒരു ചിത്രം ഇവിടെ വെച്ചു. സത്യത്തിൽ ആ ചിത്രം ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ച ഒരു വ്യക്തിയല്ല അതിവിടെ സ്ഥാപിച്ചത്. അത് അവിടെ വെക്കാനായിട്ട് ഭാഗ്യം കിട്ടിയത് ഹൈന്ദവ മതത്തിൽ നിന്ന് ഞാൻ മാമോദീസ മുക്കി ക്രൈസ്തവനാക്കിയ ഒരു ചെറുപ്പക്കാരനാണ് അതവിടെ സ്ഥാപിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പേരുടെ എല്ലാ മതക്കാരുടെയും ഇതാ പ്രയത്നഫലമായി നമുക്ക് മുമ്പിൽ ദൈവം ഒരാലയം. എന്തിനാണ്? എന്നെയും നിങ്ങളെയും നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ. അതുകൊണ്ട് നമുക്ക് നിത്യജീവനെക്കുറിച്ച് കരുതലുള്ളവരാകാൻ പ്രിയമുള്ളവർ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. അത് സ്ഥലം എവിടെയാണ്, സന്ദർഭം എന്താണ്, എങ്ങനെയാണെന്ന് നിർണ്ണയിക്കാൻ എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും ആവില്ല. ഓർക്കുക, പക്ഷേ ഒരു ജീവിതമുണ്ട് മരണാനന്തരം. ഈ ശരീരം വിട്ടൊരു ജീവിതം നമുക്കുണ്ട്. അതുകൊണ്ട് ശരീരത്തിന്റെ പ്രവണതകളോടൊക്കെ നമുക്കിന്ന് വിട പറയാം, പാപത്തോട് വിട പറയാം, നിത്യതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം. ഇനി മണ്ണിൽ നമ്മൾ വീണാലും കർത്താവ് ഉയർത്തി കൊണ്ടുവരും പ്രിയമുള്ളവരെ, പൊക്കിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ സ്ക്രീനെ കാണുന്ന പോലെ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, ഒളിക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസൊക്കെ ഇതാ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പലരും അപ്ലോഡ് ചെയ്യുമ്പം നമ്മൾ അയ്യേ, എന്നാലും ആ പെണ്ണ് അങ്ങനെ ചെയ്യാവും, ആ ചെറുക്കൻ അങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കുന്നില്ലേ? ഇതുപോലെ തന്നെ കർത്താവ് ഒളിച്ചു വെച്ചിരിക്കുന്ന ഒളിക്യാമറ ഉണ്ട് നമ്മുടെ പുറകെ. ഉണ്ട് പ്രിയമുണ്ട്, ഒളിക്യാമറ നമ്മുടെ പുറകിൽ കർത്താവ് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അന്ത്യനാളിൽ കർത്താവ് കമ്പ്യൂട്ടർ ഓണാക്കിയത് സ്വിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ ഈ സിംഹാസനത്തിന് മുമ്പാകെ ഇങ്ങനെ നിൽക്കുകയാണ്, സ്ക്രീനെ കാണുന്നു, വലിയ സ്ക്രീൻ വെച്ചേക്കും. അപ്പോഴാണ് പ്രിയമുള്ള ഓരോരുത്തരുടെയും ഫയല് പൊക്കും. ഓരോരുത്തർക്ക് അവരവരുടെ കാര്യം കാണാം. ആ സ്ക്രീനിലോട്ട് നോക്കുമ്പം ഓരോ ചെറിയ കോളം തെളിഞ്ഞു വരും. നമ്മുടെ കണ്ണിൽ തെളിഞ്ഞു വരുന്നത് നമ്മുടെ കോളമായിരിക്കും. അപ്പം നമ്മൾ ഇതാ കല്യാണം കഴിച്ചതും ഇതാ കല്യാണം കഴിച്ച ശേഷം നമ്മൾ കൊച്ചുണ്ടായപ്പോൾ വേണ്ടായിരുന്നു പറഞ്ഞതും എല്ലാം തെളിഞ്ഞു വരും. കൊച്ചിനെ പ്രിയമുള്ളവരെ കൊല്ലാൻ നോക്കുന്നതും അബോർഷൻ ചെയ്തതും എല്ലാം തെളിഞ്ഞു വരും. കല്യാണത്തിന് മുമ്പ് ചില കണക്ഷൻസ് അതെല്ലാം കർത്താവ് ഇങ്ങനെ കാണിക്കും. പിന്നെ ഭർത്താവും ഭാര്യയൊക്കെ കാണേണ്ടി വരും. പ്രിയമുള്ളവരെ പരസ്യമായിട്ടായിരിക്കും ഇത് കാണിക്കുന്നത്. എന്തൊരു വൃത്തികേടായിരിക്കും പ്രിയമുള്ളവർ, എന്തോരു ഗതികേടായിരിക്കും. അപ്പൊ ഇപ്പം നമുക്ക് ഏകദേശം ഈ കാലഘട്ടത്തിൽ അത് മനസ്സിലാവും എന്നതാണ്, ഇല്ലേ? ഇപ്പൊ ഈ വാട്സപ്പും കമ്പ്യൂട്ടറും മറ്റേതും മറിച്ചതും ഒക്കെ ഉള്ളപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇതിനകത്തൂടെ വല്ല ചിത്രവും പോയി കഴിഞ്ഞാൽ സംഗതി അതിനകത്ത് പതിഞ്ഞത് തന്നെയാണ്. പിള്ളേരൊക്കെ ഓർത്തോണം എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവര്, ഇത് മുഴുവൻ അന്ത്യനാളിൽ സ്ക്രീനെ തെളിയുന്നത് പോലെ നമ്മുടെ സകല പാപങ്ങളും തെളിഞ്ഞു വരും. അപ്പൊ ചിലതൊന്നും അങ്ങോട്ട് തെളിയില്ല, മങ്ങി നിൽക്കും, അതങ്ങോട്ട് കാണാം. അപ്പൊ വായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയാം. അതേതായിരിക്കും എന്നറിയോ? കുമ്പസാരിച്ചത്. നമ്മൾ അച്ഛന്റെ അടുത്ത് കരഞ്ഞ് കുമ്പസാരിച്ചത് തെളിയില്ല, അതെല്ലാം മാഞ്ഞു കിടക്കും. അതോടൊപ്പം പ്രിയമുള്ളവര്, ഇതാ നമ്മൾ നല്ല പുണ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ അതും തെളിഞ്ഞു വരും. ചിലപ്പോൾ എന്താണ്, നമ്മളൊന്നും വിചാരിച്ചായിരിക്കുകയില്ല, വല്ലവനും വിശക്കുന്നു, ആരും അറിയണ്ട, 100 രൂപ എടുത്ത് കൊടുത്ത് നീ എല്ലാം കഴിച്ചു, പുണ്യാന്നൊന്നും ഓർത്ത് ചെയ്തതല്ല പ്രിയമുള്ളവരെ. പക്ഷെ എന്തായി തീർന്നു? കർത്താവ് എഴുതി കാണിക്കും, എടോ ഞാൻ വിശന്ന് അണ്ടം പറഞ്ഞു വന്നപ്പോഴാണ് നീ എനിക്ക് 100 രൂപ എടുത്തു തന്നത്, കണ്ടോ, എനിക്കന്ന് വയറ് നിറച്ച് കിട്ടി, എനിക്ക് വിശന്ന് കിടന്നപ്പോഴാണ് നീ എനിക്ക് തന്നത്, അതുകൊണ്ട് നിനക്കിതാ ഞാൻ ഇവിടെ ബണ്ണും കാപ്പിയും റെഡിയാക്കി വെച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിൽ നമുക്ക് ബണ്ണും കാപ്പി. അനേകർക്ക് നന്മ ചെയ്തു കൊടുത്തവർ, തന്നെ ഭൂമിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവച്ച നല്ല മനുഷ്യരുണ്ട് ഭൂമിയിൽ. അവരെയൊക്കെ എന്ത് ചെയ്യും? കർത്താവ് എന്ത് ചെയ്യും? എടാ തേണ്ടോ നിനക്ക് നല്ല മുറി, AC റൂം ദൈവരാജ്യത്തിൽ. അതുകൊണ്ട് ഓർക്കുക പ്രിയമുള്ളവരെ, റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക, സ്വർഗരാജ്യത്തിൽ 2-3 മുറികൾ മേടിച്ചിടണം, ഭാര്യയ്ക്ക്, മക്കൾക്ക്, പിള്ളേർക്ക്. അതിനുവേണ്ടി ഭൂമിയിൽ പുണ്യങ്ങൾ ചെയ്യണം.
നല്ല നല്ല പുണ്യങ്ങൾ ചെയ്യുക പ്രിയമുള്ളവർ, നല്ല ജീവിതം നയിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക. അപ്പോൾ നമ്മൾ ഓർക്കണം, മദാമയും സായിപ്പും ഒക്കെ പ്രിയമുള്ളവർ എത്ര ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും എന്താണ്, അവർ ഈ വലിയ ഷോപ്പിംഗ് മാളിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഒരു ബോക്സ് അവിടെ വെച്ചേക്കും. എന്താണെന്നറിയോ? ചാരിറ്റി. സായിപ്പ് വരുമ്പോൾ ചാരിറ്റി ബോക്സ് കാണുമ്പോൾ അവിടെ ചെന്നേച്ച് മേടിച്ചതിനകത്ത് കുറെ പെറുക്കി അട്ടേച്ച പോകും. നമ്മളാണെങ്കിലോ വട്ടമെല്ലാം നോക്കും, ചാരിറ്റി ബോക്സിൽ നിന്ന് 2 എടുത്തോണ്ടേ പോകത്തുള്ളൂ. ഇതാ വ്യത്യാസം. അതെല്ലാം പരിഗണിക്കും പ്രിയമുള്ളവർ. ചിലപ്പോൾ എന്താണ്, നമ്മൾ എയർപോർട്ടിൽ പോയി ഇടിച്ചിടിച്ച് നിൽക്കുമ്പോൾ സായിപ്പ് മാറി നിന്ന് വെച്ചാൽ കഥക് തുറന്നു തന്നു കയറിപ്പോക്കോളാൻ. നമ്മുടെ ആർത്തി കണ്ടോണ്ടാണ് ചെയ്തത്. പ്രിയമുള്ളവർ, ചിലപ്പോൾ സായിപ്പ് സ്വർഗത്തിൽ പോകുന്നു. എടാ ഇതാ നീ മറ്റുള്ളവർ വേണ്ടി കഥവ് തുറന്നു കൊടുത്തേച്ച് മാറി നിന്നില്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കഥവ് തുറന്ന് കയറ്റാൻ പോവാ. ചിലപ്പം ദൈവവിശ്വാസം ഇല്ലാത്ത സായിപ്പ് വരെ അകത്തു പോകും. നമ്മുടെ കാര്യം എന്താണ്? കുർബാനയ്ക്ക് വരെ കയറി ഇടി നടത്തിയ നമ്മുടെ കാര്യം കട്ടപ്പോക. പിന്നെ കഥ അടച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവര് തുറക്കുക എന്ന് പറഞ്ഞ് ഇടിച്ചിടിച്ച് കുറച്ചേരം കഴിയുമ്പോൾ നമ്മൾ അണയ്ക്കാൻ തുടങ്ങും. അണച്ച് വിഷമിച്ച് കഴിയുമ്പോൾ നേരെ എന്ന് പറഞ്ഞ് താഴോട്ട് അങ്ങനെ വന്ന് വീഴുന്ന സ്ഥലം ഏതാണ്? നരകം. അതോടുകൂടി തീ കത്താൻ തുടങ്ങും അടിയിന്ന്. അപ്പൊ പിന്നെ പൊള്ളുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എന്താ, അപ്പൊ മേളിൽ ഇരിപ്പുണ്ടായിരിക്കും. എന്താണ്? ആളുകളൊക്കെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മൽക്കിസദേക്ക്, മോശ, ഏലിയ, വേലീശ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ ഒരു പാത്രം വെള്ളം തരാവോ എന്ന് മേളിലോട്ട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ അവർ പറയും, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ വലിയ ഗ്യാപ്പാ, അതുകൊണ്ട് അങ്ങോട്ട് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ ഈ തൂത്തൂട്ടി ധ്യാനകേന്ദ്രത്തിൽ ഇരുന്ന് ചിലരൊക്കെ എന്ത് ഈ മേളിലും കുറച്ച് പേര് താഴെയായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവർ, അബദ്ധത്തിനെങ്ങാനും താഴെ പോകാൻ എനിക്കിടയായി തീർന്ന നിങ്ങൾ ഒരു കുപ്പി വെള്ളം താഴോട്ടിട്ടേക്കണം. ഇത് ആരാ പൊങ്ങുന്നത് ആരാ താന്ന് പറയാൻ പറ്റിയില്ല പ്രിയമുള്ളവർ. അച്ഛനാണ് മെത്രാച്ചനാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. സ്വർഗരാജ്യത്തിൽ ഇതൊന്നും അല്ല വിഷയം. സ്വർഗരാജ്യത്തിൽ സ്വന്തം ആത്മാവിനെ പവിത്രമായി കാത്തു സൂക്ഷിച്ച് മറ്റുള്ളവരുടെ ആത്മാവിന് വേണ്ടി ഇതാ ആത്മാവിന്റെ വിശുദ്ധീകരണം സാധ്യമായ മനുഷ്യരാരാണോ അവരാണ് ഭൂമിയിൽ രക്ഷപ്പെടുന്നത്. ഞാൻ ഈ പല രാജ്യങ്ങളിലെയും മനുഷ്യരെ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ചങ്കിടിപ്പാണ്. കാരണം പ്രിയമുള്ളവര്, നമ്മളെ ഇവിടുത്തെ ഏറ്റവും വലിയ പുണ്യവാനേക്കാൾ മെച്ചമാണ് പല രാജ്യങ്ങളിലുമുള്ള വെറും സാധാരണക്കാർ. അവന്റെ പുണ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രിയമുള്ളവർ ചങ്കിന് അടിച്ചു പോകും. ഇവിടെ ചില സായിപ്പും മദാമ്മമാരും ഒക്കെ വരാറുണ്ട്. 1-2 വചനം കൊണ്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും പ്രിയമുള്ളവരെ മുട്ടുമേ നിന്ന് നെഞ്ചത്തടിക്കുക, കരച്ചിലോട് കരച്ചിൽ. യേശു ദൈവമാണെന്നൊക്കെ പറയുമ്പോഴത്തേനും എന്താണ്, 2-3 വചനമൊക്കെ പറഞ്ഞാൽ മതി പ്രിയമുള്ളവരെ, പിന്നെ നെഞ്ചത്തലയും കരച്ചിലും പിന്നെ കുമ്പസാരവും ഭയങ്കര പരിപാടിയാണ്. നമ്മൾ ഓർക്കുന്നത് പോലെയുള്ള ഭൂമിയിലെ അനേകം മനുഷ്യർ നിഷ്കളങ്കരും അതുപോലെ വിശുദ്ധരുമായിട്ടുള്ള അനേകം മനുഷ്യർ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ ഉപരിയായ വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ പരിശ്രമിക്കുക. എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ആത്മാവിനെ കർത്താവിന് വിട്ടുകൊടുക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ മരണമടഞ്ഞ ആത്മാക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു സാക്ഷ്യം, 1-2 സാക്ഷ്യമുള്ളത്. കല്യാണം കഴിഞ്ഞ് 2 വർഷമായി കുട്ടികളില്ലായിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം കർത്താവ് ഇപ്പോൾ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. ലിജു ഏബ്രഹാം പാറമ്പുഴ. ഒന്ന് കൈവക്കാവാള് ഉണ്ടോ? കർത്താവ് ലിജു. നമുക്ക് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഡിസംബർ മാസത്തിലെ ധ്യാനത്തിൽ അത്ഭുതകരമായ ഒരു സ്പർശനം ഈ മകന് ദൈവം കൊടുത്തിരുന്നു. ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ, ചില ബന്ധനങ്ങളെല്ലാം കർത്താവ് അഴിച്ചുമാറ്റി ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിയിരുന്നു. വളരെയധികം പ്രാർത്ഥിച്ച് ആ വ്യക്തി ആ തിന്മയുടെ ശക്തികളിൽ നിന്ന്, സ്വാധീനങ്ങളിൽ നിന്നെല്ലാം ബന്ധനങ്ങൾ മോചനം പ്രാപിച്ചു. കർത്താവ് പ്രത്യേകം സ്പർശിച്ചു. കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. നമുക്ക് നന്ദി പറയാം. അതുപോലെ മൂക്കിന്റെ പാലത്തിന് വളവുണ്ടായിരുന്നു. എപ്പോഴും ജലദോഷമായിരുന്നു. കഴിഞ്ഞ തൈലാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് വരെ മൂക്കിന് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. രോഹൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. കർത്താവിന് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. രോഹൻ വന്നിട്ടുണ്ടോ? ഉണ്ട്. രോഹൻ വന്നിട്ടുണ്ട്. കരങ്ങളടിച്ച് കർത്താവിനോട് നന്ദി പറയാം. നമുക്ക് നന്ദി ദൈവമേ എന്നുള്ള പാട്ടൊന്ന് പാടാം. ഇതേപോലെ തന്നെ ഹൈദരാബാദിൽ നിന്ന് വന്ന നിമ്മി എന്ന് പറയുന്ന മകള് ഇവിടെ വന്ന തൈലാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുത്തില്ല. തൈലാഭിഷേക ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഈ ധ്യാനത്തിൽ പങ്കെടുത്തതാണ്.
മൂക്കിന്റെ പാലത്തിനുണ്ടായിരുന്ന വളവ് കർത്താവ് എടുത്തു മാറ്റി. അത്ഭുതകരം. അന്നിവിടെ അനൗൺസും ചെയ്തിരുന്നു നമ്മൾ. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ സന്ദേശം നൽകി. ഇതായിരുന്നു, മൂക്കിന്റെ പാലത്തിന് വളവുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. ഇതാ ആ വ്യക്തിക്കായിരുന്നു ആ സ്പർശനം കിട്ടിയത്. അവരിങ്ങോട്ട് മെസ്സേജ് അയച്ചു, എന്നെ ആയിരുന്നു കർത്താവ് സ്പർശിച്ചത്, എന്റെ മൂക്കിന്റെ ഈ രോഗം മാറി, ഓപ്പറേഷനൊന്നും ഇല്ലാതെ കർത്താവ് സുഖപ്പെടുത്തി. നമുക്കിതെല്ലാം ഓർത്ത് അതുപോലെ ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരി ദൈവം രോഗശാന്തി അത്ഭുതങ്ങൾ വർദ്ധിക്കും. എന്തിനാണ്? ഞാൻ ദൈവമാണ്, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, ഇനിയൊരു ജീവിതമുണ്ട്, ഇനിയൊരു രാജ്യമുണ്ട്. നിങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ, തിന്നാൻ വേണ്ടി ജീവിക്കാതെ, ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുക. ചിലരോട് ചോദിക്കുന്നു, നീ എന്തിനാ ജീവിക്കുന്നത്? ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നു, ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നു, ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നു. അങ്ങനെ ജീവിക്കാതെ ഇതാ നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ തുടങ്ങുക. അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക. വേദപുസ്തകം കയ്യിലെടുക്കുക, എല്ലാവരും അത് വായിക്കാൻ തുടങ്ങുക. ഇതാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്.